ഹായ് ഓൾ, മാസ്റ്റേഴ്സ് കി അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ജൂറിസ്പ്രുഡൻസിൻ്റെ സോഴ്സസ് ഓഫ് ലോ ആണ് കഴിഞ്ഞ ക്ലാസ്സസിൽ എടുത്തുകൊണ്ടിരുന്നത്. അപ്പം അതിൽ ലെജിസ്ലേഷൻ ഒരു സോഴ്സ് ഓഫ് ലോ ആയിട്ട് നമ്മൾ പറഞ്ഞു. ദെൻ അതുപോലെ തന്നെ കസ്റ്റം ഒരു സോഴ്സ് ഓഫ് ലോ ആയിട്ട് പറഞ്ഞു. അത് വാലിഡ് ആവാനായിട്ടുള്ള എസെൻഷ്യൽസ് എന്തൊക്കെയാണ്, എന്തൊക്കെ കണ്ടീഷൻസ് ആണ് ഒരു കസ്റ്റം വാലിഡ് ആവാനായിട്ട് വേണ്ടത്, ഇതൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പ്രീസിഡന്റ് ആസ് എ സോഴ്സ് ഓഫ് ലോ. പ്രീസിഡന്റ് എങ്ങനെയാണ് ലോയുടെ സോഴ്സ് ആയിട്ട് കണക്കാക്കുന്നത്. നമുക്കറിയാം ലോയുടെ സോഴ്സ് ആയിട്ട് പ്രീസിഡന്റിനെ കണക്കാക്കണമെങ്കിൽ പ്രീസിഡന്റ് എന്താണ്? പ്രീസിഡന്റ് എന്ന് പറയുമ്പോൾ ഹയർ ആയിട്ടുള്ള കോടതി പറയുന്ന ഡിസിഷൻ ആയിരിക്കും. അത് നമ്മൾ ലോവർ കോർട്ടിൽ ബൈൻഡിങ് ആയിട്ടുള്ളതാണ്. നമ്മൾ പ്രീസിഡന്റ് ബൈൻഡിങ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ലോ ആണ്. അത് സുപ്പീരിയർ ആയിട്ടുള്ള കോടതിയാണ് ഇനൻസിയേറ്റ് ചെയ്യുന്നത്. എങ്ങനെ? ജഡ്ജ്മെന്റ് ആ ഒരു പെർട്ടിക്കുലർ കേസിൽ ജഡ്ജ്മെന്റ് റെൻഡർ ചെയ്യുന്ന സമയത്ത് പറയുന്നതാണ്. അതായത് എന്താണ് ആ ഒരു കേസുമായി ബന്ധപ്പെട്ട ഒരു ലീഗൽ ആസ്പെക്ട് പറയുകയാണ്. അപ്പൊ അത് പിന്നീട് എന്ത് ചെയ്യും? ബാക്കി അതുമായിട്ടുള്ള താഴെയുള്ള ഇൻഫീരിയർ ആയിട്ടുള്ള കോർട്സുകളെല്ലാം അത് ഫോളോ ചെയ്യേണ്ടതാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണ് നമ്മൾ അതായത് സുപ്രീം കോർട്ട് പറയുന്ന പ്രസിഡന്റുകൾ ആർട്ടിക്കിൾ 143 അണ്ടറിൽ നമ്മൾ പറയുന്നുണ്ട്. സുപ്രീം കോർട്ട് പറയുന്ന പ്രസിഡന്റുകൾ, അതായത് സുപ്രീം കോർട്ട് പറയുന്ന ഡിസിഷൻസ് അത് ബൈൻഡിങ് ആണ് ഓൺ ഓൾ കോർട്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ മറ്റെല്ലാ കോർട്സുകളിലും ബൈൻഡിങ് ആണ് എന്നുള്ള കാര്യം നമ്മൾ പറയുന്നുണ്ട്. അതിനെയാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അതോറിറ്റി ഉള്ള പ്രസിഡന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രസിഡന്റുകളിൽ പ്രസിഡന്റ് എന്താണ് നമുക്ക് ആദ്യം നോക്കാം. പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ലോ. അതൊരു മോഡേൺ സോഴ്സ് ഓഫ് ലോ ആണ് കേട്ടോ. പണ്ട് കാലങ്ങളിൽ നമ്മൾ കസ്റ്റവും പിന്നെ അതുപോലെ തന്നെ ധർമ്മശാസ്ത്ര, ധർമ്മസൂത്ര, മനുസ്മൃതി, പണ്ടത്തെ ആളുകളുടെ ഈ പറയുന്ന ഡൈജസ്റ്റുകൾ, റിലീജിയസ് ബുക്സ്, കമൻട്രീസ്, പിന്നെ അതുപോലെ തന്നെ കസ്റ്റം, ഇതൊക്കെയായിരുന്നു മെയിൻ സോഴ്സ് ഓഫ് ലോ ആയിട്ട് കണക്കാക്കിയിരുന്നത്. ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ദെൻ ഈ ഒരു മോഡേൺ സോഴ്സസിലേക്ക് വന്നപ്പോൾ ഏതൊക്കെയായിരുന്നു നമ്മുടെ ലോ? അന്ന് ആളുകളെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവരുടെ ആ ഒരു കോണ്ടക്ട് റെഗുലേറ്റ് ചെയ്തിരുന്ന ലോ ഒറിജിനേറ്റ് ചെയ്തത് ഈ പറയുന്ന കാര്യങ്ങളിലൂടെയാണ് ഏൻഷ്യൻ ടൈംസിൽ. ദെൻ മോഡേൺ പെർസ്പെക്റ്റിലേക്ക് വന്നപ്പോഴാണ് ലെജിസ്ലേഷൻ ഒരു ലോയുടെ സോഴ്സ് ആയിട്ട് വന്നത്. പിന്നെ അതുപോലെ തന്നെ കസ്റ്റം ലോയുടെ സോഴ്സ് ആയിട്ട് വന്നത്. അതുപോലെ തന്നെ പ്രീസിഡന്റ് ലോയുടെ സോഴ്സ് ആയിട്ട്. കസ്റ്റം സ്റ്റിൽ ഏൻഷ്യൻ ടൈമിലും മോഡേൺ ടൈമിലും ഒക്കെ കസ്റ്റം ഒരു സോഴ്സ് ഓഫ് ലോ ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രീസിഡന്റ് ലോയുടെ സോഴ്സ് ആയിട്ട് വന്നതും ഒക്കെ ഈ ഒരു മോഡേൺ സോഴ്സിലേക്ക് വരുമ്പോഴാണ് കോടതികൾ പറയുന്ന ഡിസിഷൻസ്, ജഡ്ജ് മെയ്ഡ് ഡിസിഷൻസ് എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള പ്രസിഡന്റുകളും ലോയുടെ സോഴ്സ് ആയിട്ട് വന്നത് പുതിയ ആ ഒരു മോഡേൺ സോഴ്സസിലേക്ക് വന്നപ്പോഴാണ്, പുതിയ കാലഘട്ടത്തിലേക്ക് വന്നപ്പോഴാണ് വന്നത്. പണ്ട് കാലങ്ങളിൽ പ്രസിഡന്റ് ഒന്നും ഒരിക്കലും ലോയുടെ സോഴ്സ് ആയിട്ട് നമ്മൾ അംഗീകരിച്ചിട്ടില്ലായിരുന്നു ഏൻഷ്യൻ ടൈംസിലൊക്കെ. അന്ന് ഈ ഒരു കമൻട്രീസ്, ഡൈജസ്റ്റുകൾ, അതുപോലെ തന്നെ റിലീജിയസ് ബുക്സ്, മനുസ്മൃതി, വേദങ്ങൾ, നിബന്ധങ്ങൾ, ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നു വെച്ചാൽ മതി. അത് ഇങ്ങനെ ആയിരുന്നു പണ്ടെന്ന്. മോഡേൺ സോഴ്സസിലേക്ക് വന്നപ്പോൾ ലെജിസ്ലേഷൻസ്, പാർലമെന്റും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറും കൊണ്ടുവരുന്ന ലെജിസ്ലേഷൻസ്, ദെൻ അതുപോലെ തന്നെ കസ്റ്റം സ്റ്റിൽ അന്നും ഇന്നും ഒക്കെ അതെ. പക്ഷെ അത് വാലിഡ് ആവണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് വേണം എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിരുന്നു. അതൊക്കെ നോക്കി വെക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. ദെൻ പ്രീസിഡന്റ് ലോയുടെ ഒരു സോഴ്സ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നുണ്ട്. അതായത് പലതരത്തിലുള്ള നിയമങ്ങൾ ഉത്ഭവം കൊള്ളാനായിട്ട് അതിൻ്റെ ഒരു സോഴ്സ് ആയിട്ട്, അതിൻ്റെ ഒരു എന്താ പറയുക, മെയിൻ ഉറവിടമായിട്ട് നമ്മൾ പ്രസിഡന്റുകൾ കണക്കാക്കുന്നുണ്ട്, ജഡ്ജ് മെയ്ഡ് ഡിസിഷൻസ്. അപ്പോൾ ആ ഒരു പ്രസിഡന്റുകൾ, പിന്നെ ഇത് കൂടാതെ തന്നെ ഇന്റർനാഷണൽ കൺവെൻഷൻസ്, ട്രീറ്റീസ്, ഇതൊക്കെ ലോയുടെ സോഴ്സസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നതാണ്. മെയിൻ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ലെജിസ്ലേഷനും കസ്റ്റവും പ്രസിഡന്റും ആണ് മോഡേൺ സോഴ്സ് ഓഫ് ലോ എന്ന് പറയുന്നത്. ഇന്ന് കാണുന്ന മിക്ക ലോസിന്റെയും ആ ഒരു ഉറവിടം എന്ന് പറയുന്നത് ലെജിസ്ലേഷൻസ്. നമ്മളെ ലെജിസ്ലേഷൻസിലൂടെയും അതുപോലെ തന്നെ നമ്മളെ നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, നമ്മളെ ഹ്യൂമൻ കോണ്ടക്ട് റെഗുലേറ്റ് ചെയ്യുന്ന ലോസ് എന്ന് പറയുമ്പോൾ ലെജിസ്ലേഷൻസിലൂടെയും ദെൻ പ്രസിഡൻസുകളിലൂടെയും, ജഡ്ജ് പറയുന്ന പ്രസിഡന്റുകളിലൂടെയും, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കസ്റ്റമുകളിലൂടെയൊക്കെയാണ്, അതും വാലിഡ് ആയിട്ടുള്ള കസ്റ്റമുകളിലൂടെയൊക്കെ. അപ്പോൾ അതിൽ പ്രസിഡന്റ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ലോ. ആര് പറയുന്നതാ? ഇനൻസിയേറ്റഡ് ബൈ ദ സുപ്രീം കോർട്ട് ഇൻ ദ കോഴ്സ് ഓഫ് റെൻഡറിങ് എ ജഡ്ജ്മെന്റ്. ഒരു ജഡ്ജ്മെന്റ് പറയുന്ന സമയത്ത്, അതായത് ഒരു വിധി പറയുന്ന സമയത്ത് സുപ്പീരിയർ ആയിട്ടുള്ള കോർട്ട്, സുപ്രീം കോർട്ട് അല്ല, സുപ്പീരിയർ കോർട്ട്, അതായത് ഒരു ഹയർ ആയിട്ടുള്ള കോർട്ട് പറയുന്ന ജഡ്ജ്മെന്റ് പറയുന്ന സമയത്ത്, റെൻഡർ ചെയ്യുന്ന സമയത്ത് ഇനൻസിയേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ലോ, അതിനെയാണ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. എങ്ങനെയായിരിക്കണം? വിച്ച് ഹാസ് ടു ബി ഫോളോഡ് ബൈ ദാറ്റ് കോർട്ട് ആൻഡ് ദി ഇൻഫീരിയർ കോർട്സ്. ബാക്കിയുള്ള ഇൻഫീരിയർ കോർട്സുകളെല്ലാം അത് എന്തായിരിക്കണം? ആ കോടതിയും ബാക്കിയുള്ള ഇൻഫീരിയർ ആയിട്ടുള്ള കോർട്സും അത് ബൈൻഡിങ് ആണ് ഫോളോ ചെയ്യാനായിട്ട്. അപ്പോൾ പ്രസിഡന്റിൽ അവിടെ ഒരു സെർട്ടനിറ്റി, ലീഗൽ മാറ്റേഴ്സിൽ ഒരു സെർട്ടനിറ്റിയാണ് അവിടെ കൊണ്ടുവരുന്നത്, ഒരു സ്ഥിരതയാണ് കൊണ്ടുവരുന്നത്. അതായത് ആൻഡ് ദ ലിറ്റിഗന്റ് ഹാസ് ആൻ ഐഡിയ ഓഫ് ഹൗ ദ കോർട്ട് വിൽ ആക്ട് ഇൻ സിമിലർ സിറ്റുവേഷൻസ് ആൻഡ് ഫാക്ട്. അപ്പോൾ ആ ഒരു പ്രസിഡന്റ് വഴിയായിട്ട് നമുക്ക് മനസ്സിലാവും ഇങ്ങനെ സമാനതകളുള്ള കേസസ് വരുമ്പോൾ എങ്ങനെയായിരിക്കണം ആക്ട് ചെയ്യേണ്ടത്, കോർട്ട് എങ്ങനെ ആക്ട് ചെയ്യും, അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള ഫാക്ട്സ് വരുന്ന സമയത്ത്, സിമിലർ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റൻസ് സിറ്റുവേഷൻസ്, ഒരേപടിയുള്ള സമാനതകളായ കേസസ് വരുമ്പോൾ അതേ ഡിസിഷൻ ആയിരിക്കും അവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ സപ്പോസ് പറയുകയാണ്, ഒരു കേസിൽ ബോഡി ഷെയിം ചെയ്യുന്നത് മെന്റൽ ക്രൂവലിറ്റിയുടെ ഭാഗമാകുകയാണെന്ന് കോടതി ഒരു പ്രസിഡന്റ് പറഞ്ഞു എന്ന് വിചാരിക്കുക, ഒരു ഡിസിഷന്റെ ഇടയിൽ. അപ്പോൾ അതൊരു ലീഗൽ പെർസ്പെക്റ്റീവിൽ പറഞ്ഞു. ഇതേ കാര്യം തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത് ബാക്കിയുള്ള കോടതികളും
അതൊരു സുപ്പീരിയർ കോടതിയെ പറഞ്ഞെങ്കിൽ ബാക്കി അതിന്റെ താഴെയുള്ള ഇൻഫീരിയർ കോടതികളൊക്കെ എന്ത് ചെയ്യും, നാളെ ഒരു ഇതേ രീതിയിൽ ബോഡി ഷെയിം ചെയ്ത ഒരു കേസ്, അതായത് ഒരു മാരീഡ് വുമണ് ബോഡി ഷെയിം ചെയ്ത ഒരു കേസ് വരികയാണെങ്കിൽ വീണ്ടും എന്ത് ചെയ്യും, അത് എഗെയിൻ ഈ പറയുന്ന രീതിയിൽ മെന്റൽ ക്രൂവൽറ്റി ഡെഫിനിഷനിൽ ബോഡി ഷെയിമും ഇങ്ങനെയുള്ള കമന്റ്സ് പറയുന്നതും ഉൾപ്പെടുത്താം എന്ന് കോർട്ട് ഇന്റർപ്രിറ്റ് ചെയ്തത് വീണ്ടും അതേ രീതിയിൽ തന്നെ പറയും. അതായത് ബാക്കിയുള്ള ഇൻഫീരിയർ കോർട്സും അത് തന്നെ ഫോളോ ചെയ്യും. അതാണ് പ്രീസിഡന്റ് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ. സിമിലർ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ സിമിലർ ഫാക്ട്സ് വരുന്ന സമയത്ത് കോർട്ടിനൊരു അവർക്കൊരു ഐഡിയ ഉണ്ട്, ഇത് എങ്ങനെയാണ് ആ ഒരു ലിറ്റിഗന്റിന് ഒരു ഐഡിയ കിട്ടും. സിമിലർ ഫാക്ട്സ് ആൻഡ് സിറ്റുവേഷൻസ് വരുമ്പോൾ കോടതി എങ്ങനെ ആക്ട് ചെയ്യും, അതായത് മറ്റ് മുമ്പ് പറഞ്ഞിട്ടുള്ള കേസുകളുടെ ഡിസിഷൻസ് പോലെ ഇവിടെയും ഇത് അപ്ലൈ ചെയ്യാമല്ലോ. എക്സാക്ട്ലി ലോയിൽ എഴുതിയേക്കുന്ന അല്ല, അത് ലെജിസ്ലേഷനിൽ എഴുതിയേക്കുന്ന അല്ലാതെ കോടതി മെയ്ഡ് ചെയ്യുന്ന ലോസ്, ജഡ്ജ് മെയ്ഡ് ലോസ് എന്നൊക്കെ പറയും. അതാണ് പ്രീസിഡൻസുകളിലൂടെയാണ് ജഡ്ജ് ലോസ് മെയ്ഡ് ചെയ്യുന്നത്. സോ ദിസ് ബ്രിങ്സ് ഇൻ സെർട്ടനിറ്റി, അവിടെ ഒരു സ്ഥിരത ലീഗൽ മാറ്റേഴ്സിൽ കൊണ്ടുവരുന്നുണ്ട്. എങ്ങനെ? ലിറ്റിഗന്റിന്, ആരാണോ ലിറ്റിഗന്റ്, ആ ലിറ്റിഗന്റിന് ഒരു ഐഡിയ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതായത് പരാതിക്കാരൻ ആ വ്യക്തിയിൽ, കേസിൽ ഉൾപ്പെട്ട വ്യക്തിക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് കോർട്ട് ആക്ട് ചെയ്യുക സിമിലർ സിറ്റുവേഷൻ ആൻഡ് ഫാക്ട്സിൽ എന്നുള്ളത്. Then in the course of rendering the decision, ഇങ്ങനെയുള്ള ഡിസിഷൻസ് പറയുന്ന സമയത്ത് ഓൺ ആക്ച്വൽ ഡിസ്പ്യൂട്ട്സ് ദ കോർട്ട് എക്സ്പ്ലെയിൻ ആൻഡ് എക്സ്പോണ്ട് ദ ലോ, അതായത് ഇതുമായി ബന്ധപ്പെട്ട ലോ ഏതാണ് അല്ലെങ്കിൽ അതിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ലോ ഏതാണെന്ന് ആക്ച്വൽ ഡിസ്പ്യൂട്ടുകളുമായി ബന്ധപ്പെട്ട ഡിസിഷൻസ്, അതായത് ഏതെങ്കിലും പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളുമായി ബന്ധപ്പെട്ട ഡിസിഷൻസ് പറയുന്ന സമയത്ത് കോടതി എന്ത് ചെയ്യും, അതുമായി ബന്ധപ്പെട്ട ലോ ഏതാണ്, അവിടുത്തെ കറക്റ്റ് ലീഗൽ റീസണിങ് ഏതാണെന്ന് പറയും. അതിലൂടെ കോടതി എന്താ ചെയ്യുന്നത്, ക്ലാരിഫൈ ചെയ്യാണ്, ക്ലിയർ ചെയ്യുകയാണ് ആംബിഗ്വിറ്റീസ്, അതായത് ലെജിസ്ലേഷൻ, അതല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഈ പറയുന്ന ലെജിസ്ലേഷൻസ് എഴുതി വെച്ചിരിക്കുന്നത്, അത് പാർലമെന്റും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറും കൊണ്ടുവന്നിട്ടുള്ള ലെജിസ്ലേഷൻ എക്സാക്ട്ലി അതുപോലെ പോലീസുകാർക്കൊക്കെ അത് നോക്കിയിട്ട് അങ്ങനെ എക്സാക്ട്ലി അവർക്ക് ആ ഒരു എന്താ പറയുക പണിഷ്മെന്റുകൾ കൊടുത്താൽ പോരെ. അതല്ല, കോർട്ടിന്റെ റോൾ എന്താ, കോടതിയാണ് ഇന്റർപ്രിറ്റ് ചെയ്യുന്നത്. യെസ്, കോർട്ട് അതിൻ്റെ അകത്തുള്ള ഓരോ ലെജിസ്ലേഷനിലും ഉള്ള ആംബിഗ്വിറ്റീസ് എന്തൊക്കെയാണ് അത് ക്ലിയർ ചെയ്യുകയും അത് ക്ലാരിഫൈ ചെയ്യുകയും ചെയ്ത് വ്യക്തമായിട്ടുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുന്ന കോടതിയാണ്. അപ്പോൾ ഒരു ഡിസിഷൻ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ആക്ച്വൽ ഡിസ്പ്യൂട്ട് അവിടെ എന്താണോ അത് അഡ്ജുഡിക്കേറ്റ് ചെയ്യുന്ന സമയത്ത്, അത് വിധി പറയുന്ന സമയത്ത് കോടതി എന്ത് ചെയ്യും, അതിൽ വന്നിട്ടുള്ള ലോ ഏതാണ്, അതിൽ എക്സ്പോണ്ട് ചെയ്തിട്ടുള്ള ലോ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതായിരിക്കും. അതുവഴിയായിട്ട് ആ ലെജിസ്ലേഷനിലുള്ള, അതായത് ഈ ലെജിസ്ലേഷനിൽ ഇത് ഉൾപ്പെടുത്തും. ഇപ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 21 പറയും കോടതി ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് 21 ഉണ്ടെന്ന് ഉൾപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട് പല കേസസിലും സുപ്രീം കോടതി. ആർട്ടിക്കിൾ 21 എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പേഴ്സന്റെയും റൈറ്റ് ടു ലൈഫ് ഡിപ്രൈവ് ചെയ്യരുത് എന്നുള്ളതാണ്, എല്ലാവർക്കും ജീവിക്കാനായിട്ടുള്ള അവകാശം ഉണ്ടെന്ന്. അപ്പൊ അതിൻ്റെ അകത്ത് വെറുതെ ജസ്റ്റ് ജീവിക്കാന്ന് മാത്രമല്ല, നല്ല എൻവോൺമെന്റ് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. ദെൻ അതുപോലെ തന്നെ പബ്ലിക് ഹാങ്ങിങ്ങിന് എഗനിസ്റ്റ് ആയിട്ടുള്ള റൈറ്റ് ഉണ്ട്, പൊതു സ്ഥലത്ത് വെച്ച് ഹാങ് ചെയ്യാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ എന്ത് വരും, നമുക്ക് പിന്നെ എഡ്യൂക്കേഷൻ കിട്ടാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. ഇങ്ങനെ പല പല റൈറ്റുകൾ ഇതിലേക്ക് ഉൾപ്പെടുത്തി കൊണ്ടുവന്നിട്ടുണ്ട് ആർട്ടിക്കിൾ 21 അണ്ടറിലേക്ക്. അപ്പം ജസ്റ്റ് 21 എന്ന് പറയുമ്പോൾ എക്സ്പ്ലോയിറ്റ് ചെയ്യരുത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അതായത് സെക്ഷൽ ഹരാസ്മെന്റ് ചെയ്യരുത് വർക്ക് പ്ലേസിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിലേക്ക് ഉൾപ്പെടുത്തിയത് കോടതി വഴിയായിട്ടാണ്. എക്സാക്ട്ലി നമുക്ക് നോക്കുമ്പോൾ ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് അത്ര മാത്രമേ ഉള്ളൂ, പക്ഷെ ഇത് കോർട്ടാണ് അതിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഉൾപ്പെടുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പൊ അതിൻ്റെ അകത്തെ ആ ഒരു ലോ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ് കോടതി ചെയ്യുന്നത്, അതായത് ആക്ച്വലി ഇന്റർപ്രിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതിലൂടെ പ്രീസിഡന്റുകളിലൂടെ ഡിസിഷൻസ് പറയുന്ന സമയത്ത് കോടതി എന്ത് ചെയ്യും, ആക്ച്വൽ ഡിസ്പ്യൂട്ട് എന്താണോ അത് എക്സ്പ്ലെയിൻ, ആക്ച്വൽ ഡിസ്പ്യൂട്ട് എന്താണോ അത് അതിലൊരു ഡിസിഷൻ കൊണ്ടുവരുന്ന സമയത്ത് എന്താണ് അതിൽ ലോ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യും അല്ലെങ്കിൽ എക്സ്പൗണ്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതുവഴിയായി ക്ലാരിഫൈ ചെയ്യും എന്തൊക്കെ ആംബിഗ്വിറ്റീസ് എങ്കിലും അതിൻ്റെ അകത്ത് ഉണ്ട് എങ്കിൽ ആ ലെജിസ്ലേഷനിലുള്ളത് അത് ക്ലിയർ ചെയ്യുകയും ക്ലാരിഫൈ ചെയ്ത് തരുന്നതും കോടതിയാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് ഇങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ലോ, അതായത് എന്തെങ്കിലും ആ ലെജിസ്ലേഷനിലുള്ള എന്തെങ്കിലും ആംബിഗ്വിറ്റീസ് ഉള്ളത് ക്ലിയർ ചെയ്ത് ക്ലാരിഫൈ ചെയ്ത് ആ ഒരു ഡിസിഷൻ പറയുന്നു ആ ഒരു ലോയുടെ ബേസിൽ. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ലോസ് എന്താണോ അതായിരിക്കും എന്ത്, അതൊരു പ്രീസിഡന്റ് ആണ്. അപ്പൊ അതാണ് ലോയുടെ സോഴ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ അതിലൂടെയാണ് ഒരു സോഴ്സ്. ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ആർട്ടിക്കിൾ 21 അണ്ടറിൽ ഇതും വരുന്നുണ്ട്, പബ്ലിക് ഹാങ്ങിങ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന റൈറ്റും വരുന്നുണ്ട്. റൈറ്റ് എഗനിസ്റ്റ് ഈ പറയുന്ന പബ്ലിക് ഹാങ്ങിങ്ങിന് എഗനിസ്റ്റ് ആയിട്ടുള്ള റൈറ്റ് ഉണ്ട് ഒരു വ്യക്തിക്ക്, പൊതു സ്ഥലത്ത് വെച്ച് അയാളെ ഹാങ് ചെയ്യരുന്ന്. അപ്പൊ ഇത് വന്നിട്ടുള്ള ആർട്ടിക്കിൾ 21 അണ്ടറിൽ വരുന്നതാണ്, അല്ലെങ്കിൽ ശുദ്ധവായു കിട്ടാനായിട്ടുള്ള റൈറ്റും ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫിൽ ഉൾപ്പെടുന്നതാണ് എന്ന് കോടതി ഇന്റർപ്രിറ്റ് ചെയ്ത വഴിയായിട്ട് എന്ത് ചെയ്യാണ്, അപ്പൊ ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ലോ ജഡ്ജ് മെയ്ഡ് ചെയ്യുന്ന ഒരു ഡിസിഷൻ വഴിയായിട്ട് അവിടെ ഒരു ലോ കൊണ്ടുവരും, അതായത് ജഡ്ജ് മെയ്ഡ് ലോ എന്ന് പറയുന്നത്. പ്രീസിഡന്റുകളിലൂടെയാണ് ജഡ്ജ് ലോസ് മെയ്ഡ് ചെയ്യുന്നത്. സോ അതൊരു സോഴ്സ് ഓഫ് ലോ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ തിയറി ഓഫ് പ്രീസിഡന്റ് എന്ന് പറയുന്നത് നമ്മുടെ കൺട്രിയിലെ ജൂറിസ്പ്രുഡൻസിന്, അതായത് ഡെവലപ്മെന്റ് ഓഫ് ലോ അല്ലെങ്കിൽ നോളജ് ഓഫ് ലോയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ആയിട്ട് പ്ലേ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഇന്റഗ്രൽ ആയിട്ടുള്ള ഒരു സോഴ്സ് തന്നെയാണ് തിയറി ഓഫ് പ്രീസിഡന്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആർട്ടിക്കിൾ 143 പറയുന്നുണ്ട് സുപ്രീം കോടതി പറയുന്ന ഡിസിഷൻസ്, അതായത് സുപ്രീം കോടതി പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഓഫ് ലോസ് അല്ലെങ്കിൽ ഈ പറയുന്ന റെൻഡർ ചെയ്യുന്ന ജഡ്ജ്മെന്റിൽ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഓഫ് ലോസ്, ഇതെല്ലാം ബൈൻഡിങ് ആണ് ഓൺ ഓൾ കോർട്ട്സ് ഇൻ ഇന്ത്യ. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹയസ്റ്റ് കോർട്ട് ഓഫ് അപ്പീൽ എന്ന് പറയുന്നത് ഏതാ, സുപ്രീം കോർട്ടാണ്. സോ സുപ്രീം കോർട്ട് ഡിസൈഡ് ചെയ്യുന്ന മാറ്റേഴ്സിൽ പറയുന്ന അഡ്ജുഡിക്കേറ്റ് ചെയ്യുമ്പോൾ അതിൽ പറയുന്ന ഡിസിഷൻസ് എല്ലാം എന്തായിരിക്കും, ബാക്കിയുള്ള എല്ലാ കോടതികളിലും ബൈൻഡിങ് ആയിരിക്കും. ബൈൻഡിങ് മീൻസ് ദേ ആർ കംപ്ലീറ്റ് ടു ഫോളോ, അത് അവർ ഫോളോ ചെയ്യേണ്ടതാണ്, അവർ നിർബന്ധമായിട്ടും അവരത് ഫോളോ ചെയ്യേണ്ടതാണ് താഴെയുള്ള എല്ലാ കോടതികളും.
ഇനി നമുക്ക് പ്രീസിഡന്റിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. സോ കമ്മിങ് ടു ഡെഫിനിഷൻ ഓഫ് പ്രീസിഡന്റിലേക്ക് വരുമ്പോൾ ഇതിൽ ജനറൽ ഇംഗ്ലീഷിൽ, അതായത് നമ്മളൊരു ഡെഫിനിഷൻ പ്രീസിഡന്റ് കണ്ടുപിടിക്കുമ്പോൾ പ്രീസിഡന്റ് എന്ന് പറഞ്ഞാൽ എ പ്രീവിയസ് ഇൻസിഡന്റ്, പ്രീസിഡന്റ് പ്രീവിയസ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. പ്രീവിയസ് ഇൻസ്റ്റൻസ് എന്നാണ് അതിന്റെ മീനിങ്. പ്രീവിയസ് ആയിട്ടുള്ള ഇൻസ്റ്റൻസ് അല്ലെങ്കിൽ ഓർ എ കേസ് വിച്ച് ഈസ് or may be taken as an example of rule for subsequent cases. അതായത് പ്രീവിയസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റൻസ്, മുമ്പുണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ, പ്രീവിയസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റൻസ് അല്ലെങ്കിൽ പ്രീവിയസ് ആയിട്ടുണ്ടായിരുന്ന ഒരു കേസ്, അത് എന്ത് ചെയ്യാണ്, ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എടുക്കുകയാണ്, എക്സാമ്പിൾ ഓഫ് റൂൾ ആയിട്ട്, അതായത് എക്സാമ്പിൾ ഓഫ് ലോ അല്ലെങ്കിൽ ഒരു റൂൾ ആയിട്ട് എടുക്കുകയാണ്. എങ്ങനെ? ഫോർ സബ്സിക്വന്റ് കേസസ്, ഇതുപോലെയുള്ള സബ്സിക്വന്റ് ആയിട്ടുള്ള സമാനതകളുള്ള സിമിലർ ആയിട്ടുള്ള സർക്കംസ്റ്റൻസ്, സാഹചര്യങ്ങൾ അല്ലെങ്കിൽ പ്രവൃത്തികളുള്ള കേസുകൾ വരുമ്പോൾ ആ കേസിൽ പ്രീവിയസ് ഇൻസ്റ്റൻസിൽ നമ്മൾ അപ്ലൈ ചെയ്ത ലോ എന്താണോ അത് എന്ത് ചെയ്യും, അതായത് ഹയർ കോടതി അപ്ലൈ ചെയ്ത ലോ എന്താണോ അതായിരിക്കും ഈ സിമിലർ സർക്കംസ്റ്റൻസ്, സമാനതകളുള്ള സർക്കംസ്റ്റൻസ് അല്ലെങ്കിൽ ആക്ട് വരുമ്പോൾ നമ്മൾ അവിടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എടുക്കുന്ന, അല്ലെങ്കിൽ ആ സിമിലർ ആയിട്ട് വന്ന, രണ്ടാമത് വന്ന അല്ലെങ്കിൽ സബ്സിക്വന്റ്ലി വന്നിട്ടുള്ള സർക്കംസ്റ്റൻസിനെ ന്യായീകരിക്കാനായിട്ട് എടുക്കുന്നത്. സോ അപ്പോൾ പ്രീസിഡന്റ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ആയിട്ടുള്ള ഇൻസ്റ്റൻസ് അല്ലെങ്കിൽ എ കേസ് വിച്ച് ഈസ് ഓർ may be taken as an example of rule for subsequent cases or by which some similar act അല്ലെങ്കിൽ circumstance may be അതുവഴിയായിട്ട് എന്ത് ചെയ്യുന്നു, ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അതുവഴിയായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇതുപോലെ സമാനതകളായിട്ടുള്ള ആക്ടുകൾ വന്നപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുകയും ജസ്റ്റിഫൈ ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനി ഗ്രേയുടെ ഡെഫിനിഷൻ നോക്കാം. എന്താണ് ഗ്രേ പറഞ്ഞിട്ടുള്ളത്? അക്കോർഡിംഗ് ടു ഗ്രേ പറഞ്ഞത്, പ്രൊഫസർ ഗ്രേ, നമ്മൾ ജൂറിസ്പ്രുഡൻസിൽ ആദ്യത്തെ ഡെഫിനിഷൻ പാർട്ടിലൊക്കെ പ്രൊഫസർ ഗ്രേനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് പ്രീസിഡൻസ് കവേഴ്സ് എവറിത്തിങ് സെഡ് ഔട്ട് ഡൺ, അതായത് എന്തൊക്കെയാണോ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണോ ചെയ്ത കാര്യങ്ങൾ, ആര്? ജഡ്ജ് ഇതിനു മുമ്പുണ്ടായിരുന്ന ഒരു കേസിൽ പറഞ്ഞത്, സമാനതകളുള്ള ഇതിനു മുമ്പുണ്ടായിരുന്ന കേസിൽ പറഞ്ഞത്, വിച്ച് ഫർണിഷസ് എ റൂൾ ഫോർ സബ്സിക്വന്റ് പ്രാക്ടീസ്. ഇതുപോലെ സമാനതകളുള്ള മറ്റൊരു കേസ് വരുമ്പോൾ സബ്സിക്വന്റ്ലി വരുന്ന, പിന്നീട് വരുന്ന കേസിൽ അതൊരു റൂളായിട്ട് മാറുന്നു. ആക്ച്വലി അതൊരു റൂൾ ഓഫ് ലോ ആയിട്ട് അവിടെ വരികയാണ്. അതായത് മുമ്പ് ഇതുപോലെ വന്ന ആ ഒരു കേസിൽ എന്തൊക്കെയാണോ കോടതി പറഞ്ഞത് ചെയ്തത്, അവിടെ അപ്ലൈ ചെയ്ത റൂൾസ് കാര്യങ്ങളൊക്കെ സെയിം സിമിലർ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റൻസ് ഉള്ള ഒരു കേസ് വരുമ്പോൾ അവിടെ എന്ത് ചെയ്യും, അതൊരു റൂളായിട്ട് വരും. അത് അവിടെയും അപ്ലൈ ചെയ്യുന്നതാണ്. നമ്മൾ അവിടെ മെൻഷൻ ചെയ്യൂല ഇങ്ങനെ ഒരു കേസിൻ്റെ അകത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം. സോ അക്കോർഡിംഗ് ടു കീറ്റൺ, ഇനി കീറ്റോന്റെ ഡെഫിനിഷനിൽ പറയുന്നത് ജുഡീഷ്യൽ പ്രീസിഡന്റ് എന്ന് പറഞ്ഞാൽ ഈസ് എ ജുഡീഷ്യൽ ടു വിച്ച് അതോറിറ്റി ഹാസ് ഇൻ സം മെഷർ ബീൻ അറ്റാച്ച്ഡ്. ഇപ്പൊ കീറ്റോന്റെ ഡെഫിനിഷൻ എന്താ? ജുഡീഷ്യൽ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ജുഡീഷ്യൽ ആണ്, അതായത് കോടതി പറയുന്നതാണ്. ടു വിച്ച് അതോറിറ്റി ഉള്ള കോടതി പറയുന്നതാണ്. ഹാസ് ഇൻ സം മെഷർ ബീൻ അറ്റാച്ച്ഡ്, അത് എന്ത് ചെയ്യുന്നു, മറ്റു കോടതികളിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതാണ്. അതായത് മറ്റു കോടതികൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ടതാണ്. ആ ഒരു കോടതി പറയുന്ന, ജുഡീഷ്യൽ ആയിട്ടുള്ള അതോറിറ്റി പറയുന്ന പ്രീസിഡന്റുകൾ, അതായത് പ്രീവിയസ് കേസിൽ പറയുന്ന ഡിസിഷൻസ് അറ്റാച്ച്ഡ് ആണ്. ദാറ്റ് അത് നീഡ് ടു ഫോളോ ബൈ ഇൻഫീരിയർ ആയിട്ടുള്ള കോർട്സുകൾ അത് ഫോളോ ചെയ്യേണ്ടതാണ്. പ്രസിഡന്റിന്റെ ഡെഫിനിഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ മതി, എന്താണ് പ്രസിഡന്റ് എന്നുള്ള ഒരു ഐഡിയ. അല്ലാതെ പ്രസിഡന്റിന്റെ ഡെഫിനിഷൻ എന്താണ് എന്നൊന്നും പറഞ്ഞ് സാധാരണഗതിയിൽ ഒരു എക്സാംസിനും ചോദിച്ചു കാണാറില്ല, എന്താണ് പ്രസിഡന്റ് ഡെഫിനിഷൻ എന്താണെന്ന്. അപ്പോൾ നിങ്ങളൊരു ഐഡിയ ഉണ്ടാക്കി വെക്കുക എന്താ പ്രസിഡന്റ് എന്നുള്ളത്. രണ്ട് കാണാപ്പാടം ഈ ഒരു ഡെഫിനിഷൻസ് ഒന്നും പഠിച്ചു വെക്കേണ്ട, കീറ്റോൺ എന്ത് പറഞ്ഞു, ഗ്രേ എന്ത് പറഞ്ഞു എന്നൊന്നും. അപ്പോൾ ഒരു പ്രീവിയസ് ഇൻസ്റ്റൻസിൽ അല്ലെങ്കിൽ ഒരു പ്രീവിയസ് ആയിട്ടുള്ള കേസിൽ പറയുന്ന ഒരു ഡിസിഷൻ അല്ലെങ്കിൽ അതിൽ അപ്ലൈ ചെയ്ത ഒരു റൂള് അതായിരിക്കും എന്ത് ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട സിമിലർ ഫാക്ട്സ് അല്ലെങ്കിൽ സിമിലർ സർക്കംസ്റ്റൻസ് ഉള്ള കേസിൽ വരുമ്പോൾ നമ്മളത് ജസ്റ്റിഫൈ ചെയ്യാനായിട്ട്, ന്യായീകരിക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാനെടുക്കാൻ നമ്മൾ എന്ത് ചെയ്യും, ആ റൂള് അപ്ലൈ ചെയ്യും. അത് എല്ലാ കോടതികളും പറയണേ നമ്മൾ അപ്ലൈ ചെയ്യില്ല. അവിടെ ഒരു ഹയറാർക്കി ഉണ്ടല്ലോ, നമുക്ക് എപ്പോഴും ഒരു ഹയറാർക്കി ഓഫ് കോർട്സ് കാണും. ക്രിമിനലിലാണെങ്കിലും സിവിൽ കോടതിയിലാണെങ്കിലും ഹയറാർക്കി ഓഫ് കോർട്സ്, നിങ്ങൾക്ക് അത് ഓൾറെഡി അറിയാം. കോടതിയുടെ ഹയറാർക്കി എങ്ങനെയാണ്, സിവിൽ കോടതികളുടെയും ക്രിമിനൽ കോടതിയുടെ എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഹയറാർക്കി അനുസരിച്ചിട്ടായിരിക്കും എന്ത് വരുന്നത്, അപ്ലൈ ചെയ്യുന്നത്. അതിൻ്റെ മുകളിലുള്ള കോടതി പറഞ്ഞതായിരിക്കും താഴെയുള്ള കോടതികളിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഏറ്റവും ഹയസ്റ്റ് കോർട്ട് ഓഫ് അപ്പീൽ ആയിട്ടുള്ള സുപ്രീം കോർട്ട് പറഞ്ഞതാണെങ്കിലോ അത് എല്ലാ കോടതികളിലും ബൈൻഡിങ് ആണ്, ബാക്കിയുള്ള താഴെയുള്ള എല്ലാ കോടതികളിലും ബൈൻഡിങ് ആണ്. ഇനിയിപ്പോൾ ഒരു ഹൈക്കോർട്ട് പറഞ്ഞ ഡിസിഷൻ മറ്റു ഹൈക്കോർട്ടുകൾ ഫോളോ ചെയ്യണോ, അതെങ്ങനെയായിരിക്കും? അത് നമുക്കൊരു ഡൗട്ട് ഉണ്ട്. ഒരു ഹൈക്കോർട്ട് പറഞ്ഞ ഡിസിഷൻ മറ്റു ഹൈക്കോർട്ടുകൾ ഇല്ല, അത് വേണമെങ്കിൽ റിഫർ ചെയ്താൽ മതി. നിർബന്ധമായിട്ട് ഫോളോ ചെയ്യേണ്ട, അതായത് കമ്പൽസറി ആയിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു ബൈൻഡിങ് നേച്ചർ അവിടെ വരുന്നില്ല. സുപ്രീം കോർട്ട് പറഞ്ഞ ഡിസിഷൻസ് പോലെ ഒരു ഹൈക്കോർട്ട് പറഞ്ഞ ഡിസിഷൻ മറ്റു ഹൈക്കോടതികൾ ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതൊരു ജസ്റ്റ് ഒരു റിഫറിംഗ് പേർപ്പസിന് വേണ്ടി എടുക്കാം. അതിനൊരു പെർസ്യൂസീവ് പ്രീസിഡന്റ് എന്നൊക്കെ നമ്മളത് പറയും. ഇനി ടൈപ്സ് ഓഫ് പ്രീസിഡന്റ് പറയുമ്പോൾ നമ്മൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതാണ്. ജസ്റ്റ് ഇപ്പോൾ പ്രീസിഡന്റ് എന്താണ് എന്നുള്ളതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. ദെൻ സാൽമണിന്റെ ഒരു ഡെഫിനിഷൻ ആണ് നോക്കുന്നത്. അക്കോർഡിംഗ് ടു സാൽമൺ, അദ്ദേഹം പറഞ്ഞത് ഇൻ എ ലൂസ് സെൻസ് ഇറ്റ് ഇൻക്ലൂഡ്സ് മിയർലി റിപ്പോർട്ടഡ് കേസ് ലോ വിച്ച് മേ ബി സൈറ്റഡ് ആൻഡ് ഫോളോഡ് ബൈ ദ കോർട്സ്. അതായത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള, ഇതിനു മുമ്പ് വന്നിട്ടുള്ള ഒരു കേസ് അതിൽ കോടതി പറഞ്ഞേക്കള റിപ്പോർട്ടഡ് ആയിട്ടുള്ള കേസ് ലോയിൽ എന്താണ് സൈറ്റ് ചെയ്തിട്ടുള്ളത്
ആ പറഞ്ഞിട്ടുള്ള കാര്യം അതായിരിക്കും, ആ റൂൾ എന്താണോ അതായിരിക്കും എന്ത് ചെയ്യുന്നത്, വിച്ച് ഇസ് ഫോളോഡ് ബൈ ദ കോർട്സ്, ബാക്കിയുള്ള കോടതികൾ ഫോളോ ചെയ്യുന്നത്. അപ്പൊ അതിനെയാണ് സാൽമണ്ടും പറയുന്നത്, ഒരു പ്രീവിയസ് ആയിട്ടുള്ള ഇൻസ്റ്റൻസിൽ കേസ് ലോയിൽ കോടതി എന്താണോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള റൂള് അതായിരിക്കും എന്ത് ചെയ്യുന്നത്, ബാക്കിയുള്ള കോടതികൾ ഫോളോ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഫോളോ ചെയ്യുന്ന അതിനെയാണ് എന്ത് പറയുന്നത്, അങ്ങനെ ഒരു ബൈൻഡിങ് നേച്ചർ, ഫോളോയിങ് നേച്ചർ ഉള്ള ഒരു കാര്യത്തെയാണ് നമ്മൾ പ്രീസിഡന്റ് എന്ന് പറയുന്നത്. സോ ഇൻ ജനറൽ ഇൻ എ ജുഡീഷ്യൽ ഫീൽഡിൽ പറയുമ്പോൾ ഇറ്റ് മീൻസ് ഗൈഡൻസ് ഓർ അതോറിറ്റി ഓഫ് പാസ്റ്റ് ഡിസിഷൻസ് ഫോർ ഫ്യൂച്ചർ കേസസ്. ഫ്യൂച്ചർ കേസസിലേക്ക് വേണ്ടിയിട്ട് പഴയ കേസസിന്റെ ആ ഒരു അതോറിറ്റി അല്ലെങ്കിൽ പഴയ കേസസ് വഴിയായിട്ട് നമ്മളെ ഗൈഡ് ചെയ്യുന്നു, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഈ ഒരു പ്രീസിഡന്റ് എന്ന് പറയുന്നത്. മുമ്പുണ്ടായിരുന്ന കേസ്, സമാനതകൾ ഉണ്ടായിരുന്ന മുമ്പുള്ള കേസിൽ പറഞ്ഞ ഡിസിഷൻസ് ഒരു ഗൈഡൻസ് പോലെ അല്ലെങ്കിൽ ഒരു അതോറിറ്റി പോലെ എടുക്കുന്നുണ്ട് ഫ്യൂച്ചർ ആയിട്ടുള്ള ഇതുപോലത്തെ സിമിലർ സിറ്റുവേഷൻസ് ഉള്ള കേസസ് വരുമ്പോൾ. സോ only such decisions are laid down some new rule or principle are called judicial precedents. അപ്പൊ എന്തെങ്കിലും ഒരു പുതിയതായിട്ടുള്ള ഒരു റൂളോ അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ഒരു പ്രിൻസിപ്പിളോ പറയുന്ന ഡിസിഷൻസ്, അതിൽ പറയുന്ന ആ ഒരു റൂൾ അല്ലെങ്കിൽ ആ പ്രിൻസിപ്പിൾ അതിനെയായിരിക്കും എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്, അതാണ് ജുഡീഷ്യൽ പ്രീസിഡന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ എന്താണ് only such decisions as laid down some new rule or principle, ഏതൊക്കെ ഡിസിഷൻസിലാണോ ഇങ്ങനെ ഒരു പുതിയ റൂൾ കോടതി അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു പുതിയ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുന്നത്, അതെന്തായിരിക്കും മറ്റു കോടതികളിൽ ഒരു പ്രീസിഡന്റ് ആയിട്ട്, ജുഡീഷ്യൽ പ്രീസിഡൻസ് ആയിട്ട് അപ്ലൈ ചെയ്യും. അവർക്കും നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ട ഒരു ജുഡീഷ്യൽ പ്രീസിഡൻസ് ആയിട്ട് അത് മാറും. സോ ദ ആപ്ലിക്കേഷൻ ഓഫ് സച്ച് ജുഡീഷ്യൽ ഡിസിഷൻസ് എങ്ങനെയായിരിക്കും, ഇസ് ഗവർൺഡ് ബൈ ഡിഫറെന്റ് പ്രിൻസിപ്പിൾസ് ഇൻ ഡിഫറെന്റ് ലീഗൽ സിസ്റ്റംസ്. അതായത് ഡോക്ട്രിൻ ഓഫ് പ്രീസിഡൻസ്, അതിനെയാണ് നമ്മൾ ഡോക്ട്രിൻ ഓഫ് പ്രീസിഡൻസ് എന്ന് പറയുന്നത്. കോടതികളുടെ ഹയറാർക്കി ഒക്കെ അനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ പ്രീസിഡൻസിന്റെ ബൈൻഡിങ് നേച്ചർ കാര്യങ്ങളൊക്കെ വരുന്നത്. ഫോർ ദിസ് കേസ് ടു ബി ഹെൽഡ്, ഫസ്റ്റ് സച്ച് പ്രീസിഡന്റ് മസ്റ്റ് ബി റിപ്പോർട്ടഡ്. ആദ്യം എന്ത് ചെയ്യണം, ആ കേസിലെ ഡിസിഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവണം. ആൻഡ് ഇറ്റ് മേ ബി സൈറ്റഡ്, അതിന് സൈറ്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. ആൻഡ് പ്രോബബിൾ ബൈ ദ ഫോളോഡ് കോർട്സ്. എന്നിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ബാക്കിയുള്ള കോടതികൾ അത് ഫോളോ ചെയ്യുന്നത്. സെക്കൻഡ്ലി ദ പ്രീസിഡന്റ് അണ്ടർ സർട്ടൻ സർക്കംസ്റ്റൻസസ് മസ്റ്റ് ബി ഫോളോഡ്. അപ്പൊ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് പ്രീസിഡന്റുകൾ ഫോളോ ചെയ്യുന്നത്, അപ്പോൾ സർക്കംസ്റ്റൻസസ് ഒരുപോലെ ആയിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യങ്ങൾ വന്ന സബ്സിക്വന്റ് ആയിട്ടുള്ള കേസസിലും ഒരുപോലെ ആയിരിക്കണം. Thus it can be inferred that the precedents are, അതുകൊണ്ട് നമുക്ക് മൊത്തത്തിൽ എന്തെന്ന് പറയാം, കട്ട് ഷോർട്ട് ചെയ്ത് പ്രസിഡന്റിനെ പറയാൻ പറ്റുന്ന ഇറ്റ്സ് എ ഗൈഡൻസ് ഓഫ് അതോറിറ്റി ഓഫ് പാസ്റ്റ് ഡിസിഷൻ ഫോർ ഫ്യൂച്ചർ കേസസ്. ഇതുപോലെയുള്ള ഫ്യൂച്ചർ കേസസിലേക്ക് വരുമ്പോൾ പണ്ടത്തെ ഡിസിഷൻസ് ഒരു അതോറിറ്റി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഗൈഡൻസ്, മാർഗനിർദ്ദേശം പോലെ ഇത് മറ്റു പുതിയതായിട്ടുള്ള ഇതുപോലത്തെ പഴയ കേസുകൾ പോലത്തെ പുതിയ കേസുകൾ വരുമ്പോൾ വേറെ പാർട്ടീസ് ആയിരിക്കാം, പക്ഷെ സിമിലർ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റൻസ് ഒരേ സിറ്റുവേഷനിലുള്ളത് വരുമ്പോൾ ഇതൊരു ഗൈഡൻസ് ആയിട്ട് അല്ലെങ്കിൽ ഇതൊരു അതോറിറ്റി ആയിട്ട് സെർവ് ചെയ്യുന്നതാണ്. സോ പ്രീസിഡന്റ് മസ്റ്റ് ബി റിപ്പോർട്ട് ചെയ്യണം, ആൻഡ് മേ ബി സൈറ്റ് ചെയ്യണം, ആൻഡ് മേ ബി എന്ത് ചെയ്യണം, പ്രോബബിൾ ബൈ ഫോളോഡ് ബൈ കോർട്സ്. അങ്ങനെ ഫോളോ ചെയ്യുന്ന നേച്ചർ ഉള്ളതിനെയാണ് നമ്മൾ പ്രീസിഡന്റുകൾ എന്ന് പറഞ്ഞത്. പ്രീസിഡന്റ് മസ്റ്റ് ഹാവ് ഒപ്പീനിയോ ജൂറീസ്, അതിനകത്ത് ഒരു ലീഗൽ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഒരു ലീഗൽ അവിടെ ഒരു ന്യൂ റൂൾ ഫോം ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് കോർട്ടിന്റെ ആ ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ ജുഡീഷ്യറിയുടെ ഒപ്പീനിയൻ എന്താണ്, അല്ലെങ്കിൽ ജുഡീഷ്യറി വഴിയായിട്ട് കൊണ്ടുവന്ന ന്യൂ റൂൾ എന്താണ്, അതായിരിക്കണം പ്രീസിഡന്റിൽ ഉണ്ടാവേണ്ടത്. And these must be followed widely for a long time and must not violate any existing statute law. പക്ഷേ പ്രസിഡന്റിന് ഒരു പ്രത്യേകതയുണ്ട്, ഏതെങ്കിലും നിലവിലുള്ള ഒരു സ്റ്റാറ്റ്യൂട്ട് ലോയിനെ വയലേറ്റ് ചെയ്തുകൊണ്ടാവരുത് എന്ത് ചെയ്യുന്നത്, പ്രസിഡന്റ് വരുന്നത്. അതായത് നിലവിലൊരു സ്റ്റാറ്റ്യൂട്ട്, ഒരു നിയമം പറയുന്നുണ്ട് ഇങ്ങനെ, പക്ഷെ അത് പറയുന്നത് ഇങ്ങനെയും, ഇപ്പൊ ഇന്ന ഒരു ഒഫൻസ് ചെയ്താൽ ഇത്രയാണ് പണിഷ്മെന്റ് എന്ന് പറയുന്നു, എന്നിട്ടൊരു കോടതി പറയുന്നു ഈ ഒഫൻസ് ചെയ്യുമ്പോഴേക്കും ഈ പണിഷ്മെന്റ് ഇല്ല അല്ലെങ്കിൽ ഇതൊരു ഒഫൻസ് ആയിട്ട് കണക്കാക്കുന്നില്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. സോ പ്രസിഡന്റ് എന്ന് പറയുന്നത് വിച്ച് കനോട്ട് ബി വയലേറ്റ്, എന്ത് ചെയ്യാൻ പറ്റില്ല, മസ്റ്റ് നോട്ട് വയലേറ്റ് ഇൻ എക്സിസ്റ്റിംഗ് സ്റ്റാറ്റ്യൂട്ട് ലോ. നിലവിലുള്ള ഒരു സ്റ്റാറ്റ്യൂട്ട് ലോയിനെ വയലേറ്റ് ചെയ്തുകൊണ്ട് പ്രസിഡന്റ് വരാൻ പറ്റില്ല. അതൊരു ലോങ് ടൈം ആയിട്ട് ഫോളോ ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും. ബാക്കിയുള്ള കോടതികളിലൊക്കെ ഇങ്ങനെ ഒരു കോടതി പറഞ്ഞ പണ്ട് വർഷങ്ങൾ മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു ഡിസിഷൻ ആണെങ്കിൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ പുതിയ കേസസ് വരുമ്പോഴേക്കും സെയിം സിമിലർ നേച്ചറിലാണെങ്കിൽ നമ്മളത് അപ്ലൈ ചെയ്യുന്നുണ്ട് ഹയർ കോടതി പറഞ്ഞ ഡിസിഷൻസിനെ. സോ ഇനി പ്രസിഡന്റിന്റെ നേച്ചർ ഓഫ് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ പ്രസിഡന്റ് ഈസ് പ്യോർലി കോൺസ്റ്റിറ്റ്യൂട്ടീവ് ആൻഡ് ഈസ് നോ ഡിഗ്രി അബ്രോഗേറ്റീവ്. പ്യോർലി കോൺസ്റ്റിറ്റ്യൂട്ടീവ് ബൈ ദ ജുഡീഷ്യറി ആണ്. സോ ദിസ് മീൻസ് ദാറ്റ് എ ജുഡീഷ്യൽ ഡിസിഷൻ ക്യാൻ മേക്ക് എ ലോ ബട്ട് കനോട്ട് ഓൾട്ടർ ഇറ്റ്. അതായത് ജുഡീഷ്യൽ ഡിസിഷൻ വഴിയായിട്ട് എന്ത് ചെയ്യും, ഒരു ലോ മേക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ അതൊരിക്കലും ഓൾട്ടർ ഇറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നിലവിലുള്ള ഒരു നിയമത്തെ മാറ്റാനായിട്ട് ജുഡീഷ്യൽ ഡിസിഷൻ വഴിയായിട്ട് പറ്റില്ല, പക്ഷെ ഒരു പുതിയ ലോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ന്യൂ ലോ അല്ലെങ്കിൽ ന്യൂ പ്രിൻസിപ്പിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഡിസിഷൻസ്, അതായത് കേസിൽ ഡിസ്പ്യൂട്ട്സ് അഡ്ജുഡിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് കോടതിക്ക് പറയാൻ പറ്റും, പക്ഷെ ഇറ്റ് കനോട്ട് ഓൾട്ടർ ഇറ്റ്. അതൊരു പുതിയൊരു ഡിസിഷൻ എന്ത് അല്ലെങ്കിൽ നിലവിലുള്ള സ്റ്റാറ്റ്യൂട്ട് ലോയിനെ ഓൾട്ടർ ചെയ്യാനായിട്ട് എന്തിനു സാധിക്കില്ല, പ്രസിഡന്റ് വഴിയായിട്ട്, ആ ജുഡീഷ്യൽ ഡിസിഷൻ വഴിയായിട്ട് സാധിക്കില്ല. വേർ ദർ ഇസ് എ സെറ്റിൽഡ് റൂൾ ഓഫ് ലോ. അപ്പൊ അങ്ങനെ ഒരു ഓൾറെഡി ഇങ്ങനെ ഇന്ന ഒഫൻസ് ചെയ്താൽ ഇന്നതാണ് അല്ലെങ്കിൽ ഇന്ന സെക്ഷൻസ് ആണ് അവിടെ ആപ്ലിക്കബിൾ ആവുന്നത്, ഇന്ന പണിഷ്മെന്റ് ആണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ദെൻ ഇറ്റ്സ് എ ഡ്യൂട്ടി ഓഫ് ദി ജഡ്ജസ് ടു ഫോളോ ദ സെയിം. പിന്നെ എന്താണ്, അത് ജഡ്ജസിന്റെ ഡ്യൂട്ടിയാണ് ആ സെയിം കാര്യം ഫോളോ ചെയ്യാന്ന് പറഞ്ഞത്. അപ്പൊ എപ്പോഴാണോ വേർ ദർ ഈസ് എ സെറ്റിൽഡ് റൂൾ ഓഫ് ലോ, അവിടെ ഒരു സെറ്റിൽഡ് ആയിട്ടുള്ള റൂൾ ഓഫ് ലോ ഉണ്ട് എങ്കിൽ പിന്നെ അത് ജഡ്ജസിന്റെ ഡ്യൂട്ടിയാണ് ആ സെയിം കാര്യം
ഫോളോ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഒരിക്കലും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലോസിനെ വയലേറ്റ് ചെയ്തുകൊണ്ടാവരുത് കോടതി ഒരു കേസ് ഡിസ്പ്യൂട്ട് സോൾവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അത് അഡ്ജുഡിക്കേറ്റ് ചെയ്യുന്ന വിധി പറയുന്ന സമയത്ത് ഒരു പുതിയ പ്രിൻസിപ്പിളോ പുതിയൊരു റൂളോ കൊണ്ടുവരേണ്ടത്. സോ ദേ കനോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ദർ ഒപ്പീനിയൻ ഫോർ ദ എസ്റ്റാബ്ലിഷ്ഡ് റൂൾ ഓഫ് ലോ. പുതിയതായിട്ട് കൊണ്ടുവരുന്ന റൂൾ ഓഫ് ലോ വഴിയായിട്ട് അവരുടെ ഒപ്പീനിയൻ സബ്സ്റ്റിറ്റ്യൂട്ട്, അതായത് നിലവിലുള്ള എക്സിസ്റ്റിംഗ് ലോയിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടാവരുത് ഇവർ പുതിയൊരു ഒപ്പീനിയൻസ് പറയുന്നത്, ജുഡീഷ്യറി പറയുന്നത്. സോ ദർ ഫംഗ്ഷൻ ഈസ് ലിമിറ്റഡ് ടു സപ്ലൈങ് ദ വേക്കൻസീസ് ഓഫ് ലീഗൽ സിസ്റ്റം. ആക്ച്വലി എങ്ങനെയാണ് പ്രസിഡന്റ് വരുന്നത്? അതായത് നമ്മളൊരു കേസ് വരുന്ന സമയത്ത് ആ കേസിൽ നിലവിലൊരു ലീഗൽ സ്റ്റാറ്റ്യൂട്ട് ഇല്ല എന്ന് വിചാരിക്കുക. അതായത് ഒരു സ്റ്റാറ്റ്യൂട്ടോ ആക്ടോ ലെജിസ്ലേഷനോ ഇല്ല. അതായത് ഇങ്ങനെ ഒരു മാറ്റർ വരികയാണ് ഒരു ജഡ്ജിന്റെ മുമ്പിൽ വരുന്ന സമയത്ത് അത് വിധി പറയാനായിട്ട് ഒരു ലീഗൽ ആയിട്ടുള്ള, അതായത് ഇതൊരു പുതിയ ഒഫൻസ് ആണെന്ന് വിചാരിക്കും, ഇതുവരെയും ഒരു കാര്യത്തിലും മെൻഷൻ ചെയ്യാത്ത ഒരു ഒഫൻസ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഒഫൻസ് കോടതിന് മുമ്പിൽ വരുന്ന സമയത്ത് ഇതെങ്ങനെ ഡിസൈഡ് ചെയ്യണം, ഇത് ഏതിന്റെ അടിയിൽ കൊണ്ടുവരണം എന്നുള്ളതൊന്നും വ്യക്തമായിട്ട് നമുക്ക് കിട്ടുന്നില്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണ് ജഡ്ജി എന്ത് ചെയ്യും, ആ കേസ് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി, ഫോർ ഡിസൈഡിങ് ദാറ്റ് പെർട്ടിക്കുലർ കേസ്, ആ പെർട്ടിക്കുലർ കേസ് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി ഒരു പുതിയ ലീഗൽ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഒരു പുതിയ ലീഗൽ റൂള് അവിടെ അപ്ലൈ ചെയ്യും. അങ്ങനെ അപ്ലൈ ചെയ്യുന്ന ലീഗൽ റൂൾ അല്ലെങ്കിൽ ലീഗൽ പ്രിൻസിപ്പിൾ എന്ത് ചെയ്യും, മറ്റിതുപോലെയുള്ള സമാനതകളായിട്ടുള്ള കേസസ് ഇനി സബ്സിക്വന്റ്ലി വരുന്നതിൽ ഇതിന്റെ താഴെയുള്ള കോടതികളും അത് നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ടതാണ്. പിന്നെ സുപ്രീം കോടതിന്റെ ഡിസിഷൻസ് ആണെങ്കിലോ, സുപ്രീം കോടതിന്റെ ഡിസിഷൻസ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് കോർട്ട് ഓഫ് ഡിസിഷൻ, അത് ബാക്കിയുള്ള എല്ലാ കോടതികളും ഫോളോ ചെയ്യേണ്ടതാണ്. പക്ഷേ അതിൽ കൊണ്ടുവന്ന ലീഗൽ പ്രിൻസിപ്പിൾസ് റൂളൊക്കെ, പക്ഷേ അത് എന്ത് ചെയ്യേണ്ട, സുപ്രീം കോടതി തന്നെ സുപ്രീം കോടതിന്റെ ഡിസിഷൻസുമായിട്ട് ബൈൻഡിങ് അല്ല. ഇപ്പോൾ ഒരു കേസിൽ സുപ്രീം കോടതി ഇങ്ങനെ പറഞ്ഞു എന്ന് വിചാരിക്കാം, ഒരു കേസിലെ ഡിസിഷൻ, പക്ഷേ ഇതുപോലെ സമാനതകളുള്ള കേസ് വന്നപ്പോഴേക്കും കോർട്ട് വേറെ ഡിസിഷൻ പറയാം, വേറൊരു റൂൾ അവിടെ അപ്ലൈ ചെയ്യാം, അതിന് പ്രശ്നമില്ല. സുപ്രീം കോടതി ഈസ് നോട്ട് ബൈൻഡിങ് ഓൺ ഇറ്റ്സ് ഓൺ ഡിസിഷൻസ് എന്നാണ് പറഞ്ഞത്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ അത് പറയുന്നുണ്ട്, സുപ്രീം കോടതിയുടെ ഡിസിഷൻസ് വഴിയായിട്ട് ബൈൻഡിങ് അല്ല, നിർബന്ധിതമല്ല അത് ഫോളോ ചെയ്യാനായിട്ടെന്ന്. അപ്പൊ പ്രസിഡന്റ് വരുന്ന സിറ്റുവേഷൻ എങ്ങനെയാന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു കേസ് ഡിസൈഡ് ചെയ്യാനായിട്ട് കോടതിയുടെ മുമ്പിൽ വരുന്ന സമയത്ത് നിലവിലുള്ള ഒരു ലെജിസ്ലേഷനോ അല്ലെങ്കിൽ ആക്ടോ കാര്യങ്ങളോ ഒന്നും അവിടെ ഇല്ല ഈ ഒരു മാറ്റർ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ എന്തോ ഒരു പോരായ്മയുണ്ട് ആ ഒരു കേസ് ഡിസൈഡ് ചെയ്യാനായിട്ട് ഒരു ലെജിസ്ലേഷന്റെ. അപ്പൊ എന്ത് ചെയ്യും, ജുഡീഷ്യറിക്ക് ലോ മേക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, ലെജിസ്ലേച്ചർ അല്ലേ ലോ മേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ലെജിസ്ലേച്ചർ വന്ന് ലോ ഒക്കെ മേക്ക് ചെയ്ത് കൊണ്ടുവന്ന് നിയമമൊക്കെ പാർലമെന്റ് പാസ്സാക്കി എന്നിട്ട് ഈ കേസ് ഡിസൈഡ് ചെയ്താൽ മതിയോ? അങ്ങനെയല്ലല്ലോ. അപ്പോൾ അത് അങ്ങനെ അത്രയും കാലതാമസം ഉണ്ട്, അതൊന്നും പറ്റില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ജുഡീഷ്യറി അവിടെ ആ സിറ്റുവേഷൻ ആണ് ജുഡീഷ്യറി ലോ മേക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ജഡ്ജ് മെയ്ഡ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ ജഡ്ജ് മെയ്ഡ് ലോ എന്ന് പറയുന്നത്. ജഡ്ജ് മെയ്ഡ് ലോ ത്രൂ പ്രീസിഡന്റുകൾ വഴിയായിട്ടാണ് ജഡ്ജ് ലോ മെയ്ഡ് ചെയ്യുന്നത്. ഏത് രീതിയിലും അവിടെ ആ ഒരു കേസ് പെർട്ടിക്കുലർ കേസ് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുതിയൊരു ലീഗൽ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഒരു ലീഗൽ റൂള് കോടതി ഫോർമുലേറ്റ് ചെയ്യും. അതിന്റെ അടിസ്ഥാനത്തിൽ ആ കേസ് ഡിസൈഡ് ചെയ്യും. ഏതെങ്കിലും ഒരു നിലവിലുള്ള സെക്ഷൻ അണ്ടറിൽ ഇന്റർപ്രറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൽ ഇൻക്ലൂഡ് ചെയ്തോ ഒക്കെ, അല്ലെങ്കിൽ ഒരു പുതിയൊരു സിറ്റുവേഷൻ ഒരു ലീഗൽ റൂള് അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിൾ തന്നെ കൊണ്ടുവന്നുകൊണ്ട് ആ കേസ് ഡിസൈഡ് ചെയ്യും. ആ ലീഗൽ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ആ എസ്റ്റാബ്ലിഷ് ചെയ്ത ന്യൂ റൂൾ അതാണ് ബാക്കിയുള്ള ഇൻഫീരിയർ കോടതികളിലെല്ലാം അത് അപ്ലൈ ചെയ്യുന്നത്. താഴെയുള്ള കോടതികൾ എല്ലാവരും ഇതുപോലെ എന്ത് ചെയ്യണം, ഇപ്പൊ ഇവിടെ കോടതിയിൽ വന്ന അതേ കേസ് പോലത്തെ സമാനതകളുള്ള കേസസ് വരുമ്പോൾ താഴെയുള്ള കോടതികളൊക്കെ അന്ന് സുപ്രീം കോർട്ട് ആണെങ്കിൽ അതിന്റെ മുകളിലുള്ള കോടതി ഏതായിരുന്നോ പറഞ്ഞത്, അതായത് ഈ താഴെയുള്ള കോടതിയുടെ മുകളിലുള്ള കോടതി ഏതാണോ പറഞ്ഞത് അവർ പറഞ്ഞ ആ ഒരു ന്യൂ റൂള് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് വേണം അവരും എന്ത് ചെയ്യാൻ, സിമിലർ കേസസ് അല്ലെങ്കിൽ സിമിലർ സിറ്റുവേഷൻസ് ഉള്ള ഡിസ്പ്യൂട്ട്സ് വരുമ്പോഴേക്കും അതും ഡിസൈഡ് ചെയ്യാനായിട്ട്. ഇതാണ് പ്രീസിഡന്റ് എന്ന് പറഞ്ഞാൽ. നിലവിലൊരു എക്സിസ്റ്റിംഗ് ലോ അവിടെ ഇല്ല എങ്കിൽ പുതിയൊരു ന്യൂ റൂൾ അല്ലെങ്കിൽ ന്യൂ പ്രിൻസിപ്പിൾ ഫോർമുലേറ്റ് ചെയ്ത് ആ കേസ് ഡിസൈഡ് ചെയ്യുന്നു. അത് ബാക്കി അതിന്റെ താഴെയുള്ള കോടതികളും നിർബന്ധമായിട്ടും ഇതുപോലത്തെ സിമിലർ കേസ് വരുമ്പോൾ അവർ അപ്ലൈ ചെയ്യണം. അതാണ് പ്രീസിഡന്റ്. അതുകൊണ്ട് അതിന് ബൈൻഡിങ് നേച്ചർ ഉണ്ടെന്ന് പറയുന്നത്. സോ പക്ഷെ അത് നിലവിലുള്ള ഒരു ലോ ഉണ്ടെങ്കിൽ അതിന് എഗൈൻസ്റ്റ് ആയിട്ട് പോയി പ്രസിഡന്റ് പറയാനായിട്ട് പറ്റില്ല. അവിടെ ഇല്ലാത്തൊരു സിറ്റുവേഷനിലാണ് പുതിയൊരു റൂൾ അല്ലെങ്കിൽ എന്താ പറയാ പ്രിൻസിപ്പിൾ അവിടെ ജഡ്ജ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. So the function is limited to supplying the vacancies of legal system. യെസ്, അപ്പൊ ലീഗൽ സിസ്റ്റത്തിൽ ഉണ്ടായ അല്ലെങ്കിൽ ലെജിസ്ലേഷൻസിലുള്ള എന്തെങ്കിലും പോരായ്മകൾ അല്ലെങ്കിൽ വേക്കൻസീസ് അവിടെ ഉണ്ട്. ഈ മാറ്ററിനെ സംബന്ധിച്ച് ഒരു ലീഗൽ സിസ്റ്റത്തിൽ, അതായത് നമ്മുടെ ലോയിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളോ റൂളോ ഒന്നും ഇതിനെപ്പറ്റി പറയുന്നില്ല, ഒരു സെക്ഷൻ ഒന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ അത് ഫില്ലപ്പ് ചെയ്യാനായിട്ട് ഒരു പുതിയ ലോ വഴിയായിട്ട് ഫില്ലപ്പ് ചെയ്യണം. ആ ഗ്യാപ്പുകൾ ഉള്ളത് എന്താണോ അത് ഫില്ലപ്പ് ചെയ്യാനായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന പഴയ ലോസിൽ, അതായത് നിലവിലുള്ള ലെജിസ്ലേഷൻ കൊണ്ടുവന്നിട്ടുള്ള ലോയിൽ ഇവിടെ നിലവിലുള്ള എക്സിസ്റ്റ് ചെയ്യുന്ന ഓൾഡ് ലോയ്ക്കകത്ത് ഒരു പുതിയ ലോ വഴിയായിട്ട് എങ്ങനെ ജഡ്ജ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പുതിയ ലോ വഴിയായിട്ട് അവിടെ ആ വേക്കൻസീസ് ഫില്ല് ചെയ്യുന്ന ഫംഗ്ഷനാണ് പ്രസിഡന്റ് വഴിയായിട്ട് വരുന്നത്. അതായത് സപ്ലിമെന്റ് ചെയ്യുക, ഇംപെർഫെക്റ്റ്ലി ആയിട്ട് എന്തെങ്കിലും ആ ഒരു ലോ ഇവിടെ നിലവിലുണ്ട്, അതിൽ ഈ ഒരു പെർട്ടിക്കുലർ സെക്ഷനെ പറ്റി അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഒന്നും അവിടെ പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ കോടതി ഒരു ഡെവലപ്പ് ചെയ്തിട്ടുള്ള, അതായത് നമ്മുടെ ജുഡീഷ്യറി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ലീഗൽ ഡോക്ട്രിൻ വഴിയായിട്ട് അതിൽ ആ ലൂപ്പ് ഹോൾസ് എന്താണോ അതിന്റെ ഗ്യാപ്പ് ഉള്ളത് അത് ഫില്ല് ചെയ്യാണ്. അങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ അവർ കൊണ്ടുവരുന്ന ആ ന്യൂ റൂൾ അല്ലെങ്കിൽ ന്യൂ പ്രിൻസിപ്പിളിനെയാണ് നമ്മൾ പ്രസിഡന്റ് എന്ന് പറയുന്നത്.
സോ ദെൻ കമ്മിങ് ടു ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രീസിഡന്റ്. എന്തുകൊണ്ടാണ് പ്രീസിഡന്റ് നമ്മൾ ലോയുടെ ഒരു സോഴ്സ് ആയിട്ട് കണക്കാക്കുന്നതെന്ന്. അപ്പൊ അതിന്റെ കുറച്ച് എവല്യൂഷൻ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഏൻഷ്യൻ ലീഗൽ സിസ്റ്റത്തിലാണ് എങ്കിൽ ഏൻഷ്യൻ ടൈമിൽ ഡിസിഷൻസ് എന്ന് പറയുന്നത് ഒരു സോഴ്സ് ഓഫ് ലോ ആയിട്ട് നമ്മൾ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവൻ ഇൻ ദ ഏർലി ടൈംസ് തൊട്ട്, അതായത് പണ്ട് കാലം തൊട്ട് നമ്മളൊരു ഡിസിഷൻസിനെ നമ്മളൊരു സോഴ്സ് ഓഫ് ലോ ആയിട്ട് കണക്കാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഓരോ കേസിലും വരുന്ന ഡിസിഷൻസ്. സോ ഇൻ ദ പാസ്റ്റ് ദേ ഹാവ് ബീൻ ന്യൂമറസ് ഇൻസ്റ്റൻസ് ഓഫ് ദിസ്. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഡിസിഷൻസ് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ സിറ്റുവേഷൻസ് നമുക്ക് നോക്കാം. സർ എഡ്വാർഡ് കോക്ക് ഇൻ ദ പ്രിഫേസ് ഓഫ് 6th പാർട്ട് ഓഫ് ഹിസ് റിപ്പോർട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിന്റെ 6th പാർട്ടിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, has been written that Moses was the first law reporter എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. And in the case of the doctors of Zelophehad had narrated at the beginning of the 27th chapter of the book of Numbers, the facts are stated with great clearness and expressly as a precedent which ought to be followed. അതായത് കോടതി പറയുന്ന ഡിസിഷൻസ് അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ബാക്കി കോടതികൾ പ്രീസിഡന്റുകൾ പോലെ ഫോളോ ചെയ്യേണ്ടതാണെന്ന് പറയുന്നുണ്ട്. ഇവൻ മഹാഭാരതത്തിൽ എടുത്ത് നോക്കിയാലും പറഞ്ഞിട്ടുണ്ട്, ദ പാത്ത് ഈസ് ദ റൈറ്റ് വൺ ആൻഡ് വിച്ച് ഹാസ് ബീൻ ഫോളോഡ് ബൈ ദ വെർച്വസ് മെൻ. അതായത് ബാക്കിയുള്ള ജനങ്ങൾ അത് ഫോളോ ചെയ്യേണ്ടതാണെന്ന്. ആൻഡ് ദിസ് മേ ബി ഇന്റർപ്രറ്റഡ് ആസ് ഗിവിങ് എ തിയറി ഓഫ് പ്രീസിഡന്റ് ആയിട്ട് നമുക്ക് പറയാം. ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ വെറുതെ നോക്കിപ്പോയാൽ മതി എന്താണ് ഒരു ലീഗൽസ് പണ്ട് കാലത്ത് തൊട്ട് ഇതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു എന്ന് കാണിക്കുന്നതാണ്. സോ അപ്പോൾ ഏൻഷ്യൻ ലീഗൽ സിസ്റ്റത്തിൽ നമ്മുടെ ബാബിലോണിയ അല്ലെങ്കിൽ ചൈന ആ ഒരു ലീഗൽ സിസ്റ്റത്തിൽ അവരെയൊക്കെ നോക്കുന്ന സമയത്തും ജുഡീഷ്യൽ ഡിസിഷൻസിന് ഗ്രേറ്റ് അതോറിറ്റി ആ സമയത്ത് ഉണ്ടായിരുന്നു. അവരുമൊക്കെ ഒരു കോർട്ട് ലോ ആയിട്ട് അത് എംപോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അതിനൊരു ബൈൻഡിങ് നേച്ചർ ഉണ്ടായിരുന്നു കമ്പൽസറി ആയിട്ട്. ഇനി മോഡേൺ ലീഗൽ സിസ്റ്റത്തിലേക്ക് വരുമ്പോഴോ അതിൻ്റെ ഒരു എക്സാമ്പിൾസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആംഗ്ലോ അമേരിക്കൻ ലോയിൽ അവിടെ ജഡ്ജ് മെയ്ഡ് ലോ എന്നാണ് നമ്മൾ ഇതിനെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതായത് എമോങ് ദ മോഡേൺ ലീഗൽ സിസ്റ്റത്തിൽ ആംഗ്ലോ അമേരിക്കൻ ലോ ഈസ് ജഡ്ജ് മെയ്ഡ് ലോ എന്നാണ് അറിയപ്പെടുന്നത്. അതിനെയാണ് നമ്മൾ ഇറ്റ്സ് കോമൺ ലോ എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ അത് കോമൺ ലോ പ്രിൻസിപ്പിൾസ് എങ്ങനെയാണ് നമ്മൾ ടോട്ടൊക്കെ പഠിച്ചിട്ടില്ലേ? ടോട്ടിൽ എങ്ങനെയാണ് കോമൺ ലോ പ്രിൻസിപ്പിൾസ്? എന്തെങ്കിലും ടോട്ടിന് ഒരു കോഡിഫൈഡ് ആയിട്ടുള്ള ഒരു ആക്ട് വല്ലതും ഉണ്ടോ? ഇല്ല, അത് കേസസിലൂടെയാണ് നടക്കുന്നത്. ഇപ്പോൾ ടോട്ടലെ കേസ് ഏതൊക്കെയാ? ഗ്ലോക്കസ്റ്ററിന്റെ കേസ്, ഗ്രാമർ സ്കൂളിലെ റയലം വേഴ്സസ് ഫ്ലെക്ചർ, ഡോണോ വേഴ്സസ് സ്റ്റീവൻസ്, ഇങ്ങനെ കുറെ കേസ് ആയിരിക്കും നമ്മൾ ടോട്ടൽ പഠിച്ചിട്ടുള്ളത്. ഒന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള കുറെ ടോട്ട്സിൽ കുറെ കേസസിലൂടെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ടോട്ടൽ ഒരിക്കലും നമ്മൾ ആക്ടോ സെക്ഷനോ ലെജിസ്ലേഷനോ ഒന്നും പഠിച്ചിട്ടില്ല. അതെന്താ? കോമൺ ലോ ആണ്. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്തത് ത്രൂ ജുഡീഷ്യൽ ഡിസിഷൻസ് വഴിയായിട്ടാണ് വന്നത്. അതിനെയാണ് നമ്മൾ കോമൺ ലോ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ജഡ്ജ് മെയ്ഡ് ലോസിന് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. അതിലൂടെയായിരുന്നു ടോട്ട്സ് എന്ന് പറയുന്നത്, ലോ ഓഫ് ടോട്ട്സിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ മിക്ക ലോയുടെ ബ്രാഞ്ചസ് അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദി ബ്രാഞ്ചസ് ഓഫ് ലോ സച്ച് ആസ് ടോട്ട്സ് ഒക്കെ പോലെയുള്ളത് ക്രിയേറ്റ് ചെയ്ത് എങ്ങനെയാണ്? എക്സ്ക്ലൂസീവ്ലി ബൈ ജഡ്ജസ് കൊണ്ടുവന്നിട്ടുള്ള കോമൺ ലോ പ്രിൻസിപ്പിൾസ്, അവർ കൊണ്ടുവന്നിട്ടുള്ള ഡിസിഷൻസ് വഴിയായിട്ടാണ് ഇത്തരത്തിലുള്ള കോമൺ ലോ ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇംഗ്ലണ്ടിലെ കോൺസ്റ്റിറ്റ്യൂഷൻ അവരൊക്കെ എങ്ങനെയായിരുന്നു? എക്സ്പെഷ്യലി ദ ഫ്രീഡം ഓഫ് ദി സിറ്റിസൺസ്, ഇതെല്ലാം സിറ്റിസൺസിന്റെ ഫ്രീഡം ഈ ഒരു പാർട്ടൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ജുഡീഷ്യൽ ഡിസിഷൻസ് വഴിയായിട്ടായിരുന്നു. അതല്ലെങ്കിൽ നമുക്കിവിടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വന്ന പോലെ അല്ലായിരുന്നു അവർക്ക്. ദെൻ ടെന്നീസൺ പറഞ്ഞത്, അക്കോർഡിംഗ് ടു ടെന്നീസൺ, വേർ ഫ്രീഡം സ്ലോലി ബ്രോഡൻസ് ഡൗൺ ഫ്രം പ്രീസിഡന്റ് ടു പ്രീസിഡന്റ്. ഈ ഒരു കോട്ടും ജസ്റ്റ് ഒന്ന് നോക്കാം. സോ നോട്ട് ഓൺലി ഇൻ ദ മുനിസിപ്പൽ ലോ ബട്ട് ഇൻ ദ ഇന്റർനാഷണൽ ലോ ഓൾസോ ദ പ്രീസിഡൻസ് ഹാവ് ദർ ഇമ്പോർട്ടൻസ്. അതായത് നമ്മൾ മുനിസിപ്പൽ ലോയിൽ നോക്കും മാത്രമല്ല ഇന്റർനാഷണൽ ലെവലിൽ നോക്കിയാലും പ്രീസിഡൻസിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് നമ്മുടെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അവരുടെ ഡിസിഷൻസ് ഒക്കെ എന്താണ്? ഇന്റർനാഷണൽ ആയിട്ടുള്ള അതിൻ്റെ ഒരു ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ ഡിസിഷൻസ് ഒക്കെ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ലോ വരാനായിട്ടുള്ള അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സോഴ്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ? അവിടെയും അവിടുത്തെ കോർട്ട് ഏത്? ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അവർ പറയുന്ന ഡിസിഷൻസ് ഇന്റർനാഷണൽ ലോ വരാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉത്ഭവത്തിന്റെ മേജർ സോഴ്സ് ആയിട്ട് കണക്കാക്കുന്നുണ്ട്. സോ ഈ പ്രീസിഡന്റുകളൊക്കെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട് ഇന്റർനാഷണൽ ലെവലിൽ തന്നെ. ഇന്റർനാഷണൽ ആയിട്ടുള്ള കോർട്ട് ഓഫ് ജസ്റ്റിസ് അവരുടെ ആ ഒരു സ്റ്റാറ്റ്യൂട്ടിൻ്റെ അകത്ത്, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് സ്റ്റാറ്റ്യൂട്ടിന്റെ ആർട്ടിക്കിൾ 38 ക്ലോസ് 2 ക്ലോസ് ഡീഡ് അണ്ടറിൽ അവർ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ജഡ്ജ് മെയ്ഡ് അല്ലെങ്കിൽ ജസ്റ്റിസ് മെയ്ഡ് ചെയ്യുന്ന ഡിസിഷൻസിനെ അവരും അംഗീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആർട്ടിക്കിൾ 59 ഇതൊക്കെ ഇന്റർനാഷണൽ ലെവലിലാണ് കേട്ടോ. ഇന്റർനാഷണൽ ലെവലിൽ ആർട്ടിക്കിൾ 50 ICJയുടെ ഈ പറയുന്ന ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഇല്ലേ, ICJയുടെ ആർട്ടിക്കിൾ 59 പറയുന്നുണ്ട്, ഡിസിഷൻസ് ഓഫ് ദി കോർട്ട് only have the persuasive value for future cases and hence the International Court of Justice is not bound by its own decisions in deciding the similar case in future. പക്ഷേ അവർ പ്രസിഡന്റിന് വാലിഡിറ്റി ഒക്കെ കൊടുക്കുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് ഓൺലി ആസ് എ പെർസ്യൂസീവ് നേച്ചർ. പെർസ്യൂസീവ് നേച്ചർ എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ട് ഫോളോ ചെയ്യണമെന്നില്ല. ഇറ്റ് ക്യാൻ ബി റിഫർ. അത് നമുക്ക് വേണമെങ്കിൽ ഇതുപോലത്തെയുള്ള സിമിലർ സിറ്റുവേഷൻസ് വരുമ്പോൾ മുമ്പ് പറഞ്ഞ ഡിസിഷൻ റിഫർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അതല്ലാതെ അത് നിർബന്ധമായിട്ട് അത് തന്നെ പറയണം, അത് തന്നെ ഫോളോ ചെയ്യണമെന്ന് ഇല്ല.
എന്നുള്ളതായിരുന്നു അവിടുത്തെ ആ ഒരു ഇന്റർനാഷണൽ പെർസ്പെക്റ്റീവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇറ്റ് ഹോൾസ് ദാറ്റ് ദി ഡിസിഷൻ ഈസ് ഓൺലി ബൈൻഡിങ് ദ പാർട്ടീസ് ടു ദ കേസ്. ആ അതേ പാർട്ടീസിന് മാത്രമേ അത് ബൈൻഡിങ് ആവുള്ളൂ. മറ്റു വേറൊരാളുകൾ ഇതേപ്പറ്റി കേസ് കൊടുത്തു, സമാനതകളുള്ള വന്നെന്ന് പറഞ്ഞാലും അവർക്ക് ആ നേരത്തെ പറഞ്ഞ കേസിൽ പാർട്ടീസിന് അപ്ലൈ ചെയ്ത അതേ റൂൾ ഇവർക്ക് അപ്ലൈ ചെയ്യണമെന്നില്ല. സോ അത് ബൈൻഡിങ് ആവുന്നത് സെയിം പാർട്ടീസ്, ആ കേസിൽ ആ കേസ് വിധി പറഞ്ഞപ്പോൾ ആ പാർട്ടീസിന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ ഒരു പ്രീസിഡന്റ് ആവുള്ളൂ. അതല്ലാതെ മറ്റ് സമാനതകളുള്ള കേസ് വരുമ്പോൾ ജസ്റ്റ് വേണമെങ്കിൽ റിഫർ ചെയ്യാം പ്രീവിയസ് കോടതിയുടെ ഡിസിഷൻസ് ഇതുപോലത്തെ ഈ മാറ്ററിൽ വന്നത്. ബട്ട് അത് നോട്ട് ബൈൻഡിങ്, നിർബന്ധമായിട്ടും ഫോളോ ചെയ്യണമെന്നില്ല, കമ്പൽസറി ആയിട്ട് ഫോളോ ചെയ്യണമെന്നില്ല എന്നാണ് ICJയുടെ അണ്ടറിൽ പറയുന്നത്. സോ ഇവിടെയും ഒക്കെ അവർ കൊടുക്കുന്ന എന്താ, ഡിസിഷൻസിന് ആ ഒരു വാലിഡിറ്റി കൊടുത്തിട്ടുണ്ട്. അതായത് ജഡ്ജ് മെയ്ഡ് ലോസ് അല്ലെങ്കിൽ പ്രീസിഡന്റുകളെ ഒരു സോഴ്സ് ആയിട്ട് അവർ കണക്കാക്കിയിട്ടുണ്ടായിരുന്നു ലോ ഡെവലപ്പ് ചെയ്യാനായിട്ട്, അവരുടെ ഇന്റർനാഷണൽ ലോ ഡെവലപ്പ് ചെയ്യാനായിട്ടും ഒരു ഡിസിഷൻസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു, ലോ സോഴ്സ് ഓഫ് ലോ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അതായത് മുനിസിപ്പൽ ലോയിലും അതോടൊപ്പം തന്നെ ഇന്റർനാഷണൽ ലെവലിലും നമുക്ക് തന്നെ ഈ ഒരു സോഴ്സ് ഓഫ് ലോ ആയിട്ട് പ്രസിഡന്റിനെ കണക്കാക്കാൻ പറ്റും. ഇതേ കമ്മിങ് ടു ജുഡീഷ്യൽ പ്രസിഡന്റ്. എന്താണ് ജുഡീഷ്യൽ പ്രസിഡന്റ് എന്ന് ആദ്യമേ മനസ്സിലാക്കി വെക്കുക. ബാക്കി പറഞ്ഞ ഏൻഷ്യൻ ലീഗൽ സിസ്റ്റം, കോമൺ ലോ സിസ്റ്റം, ഈ കാര്യങ്ങളൊക്കെ ചുമ്മാ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. പ്രസിഡന്റ് എന്താണെന്നുള്ള ഒരു ജനറൽ ഐഡിയ ഫസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. പിന്നെ അത് ഏത് സിറ്റുവേഷനിലാണ് പ്രസിഡന്റ് വരുന്നത്, എങ്ങനെ ഒരു പുതിയൊരു അവിടെ ഒരു നിലവിലൊരു നിയമം ഇല്ലാത്ത സമയത്ത് ആ പെർട്ടിക്കുലർ കേസ് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി ജഡ്ജ് കൊണ്ടുവരുന്ന ഒരു ന്യൂ ലോ ഓർ ന്യൂ ലീഗൽ പ്രിൻസിപ്പിൾ അതെന്ത് ചെയ്യുന്നു, ഇതുപോലെയുള്ള സമാനതകളുള്ള കേസസ് വരുമ്പോൾ ഹയർ കോടതി പറഞ്ഞതാണെങ്കിൽ അതിന് താഴെയുള്ള കോടതികളൊക്കെ ഫോളോ ചെയ്യുന്നു. സുപ്രീം കോടതി പറഞ്ഞത് ബാക്കിയുള്ള എല്ലാ കോടതികളും ഇന്ത്യയിൽ അത് ഫോളോ ചെയ്യുന്നുണ്ട്. സുപ്രീം കോടതി പറഞ്ഞ ഡിസിഷൻസ് സുപ്രീം കോടതിയിൽ തന്നെ ബൈൻഡിങ് അല്ല, അവർക്ക് വേണമെങ്കിൽ ഡിസിഷൻസ് വേറെ പറയാവുന്നതാണ്. സിമിലർ കേസ് വന്നാലും വേറെ പറയാം. അത് നമ്മുടെ ആർട്ടിക്കിൾ 143 പറയുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടറിലും നോക്കാം, 141 143 അണ്ടറിലും നോക്കാം. ദെൻ ജുഡീഷ്യൽ പ്രസിഡന്റുകളുടെ ടൈപ്സ്. അപ്പോൾ അത് മനസ്സിലാക്കി ഇരുന്നിട്ട് ഈ ജുഡീഷ്യൽ പ്രസിഡന്റ് ടൈപ്സിലേക്ക് വരുന്നത് ഇത് നമ്മൾ പഠിക്കണം. ടൈപ്സ് ഓഫ് ജുഡീഷ്യൽ പ്രസിഡന്റ്, പല തരത്തിലുള്ള ജുഡീഷ്യൽ പ്രസിഡന്റ് ഉണ്ട്. ഏതൊക്കെ ജുഡീഷ്യൽ പ്രസിഡന്റാ? ഫസ്റ്റ് കാറ്റഗറി ഡിക്ലറേറ്ററി ആൻഡ് ഒറിജിനൽ പ്രസിഡന്റ് എന്ന് പറയും. ഇപ്പോൾ ഡിക്ലറേറ്ററി ആൻഡ് ഒറിജിനൽ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അതാണ് ഒന്നാമത്തെ കാറ്റഗറി. ദെൻ സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് നമുക്ക് പേരൊന്ന് നോക്കാം, പെർസ്യൂസീവ് പ്രസിഡന്റ്. ദെൻ അബ്സലൂട്ട്ലി അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള പ്രസിഡന്റ്. ദെൻ കണ്ടീഷണലി അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള പ്രസിഡന്റ്. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ പ്രസിഡന്റുകളുടെ ടൈപ്പുകളാണ് നമ്മൾ നോക്കി, പല തരത്തിലുള്ള പ്രസിഡന്റ്. ഇപ്പോൾ ഡിക്ലറേറ്ററി പ്രസിഡന്റും ഉണ്ട്, അതുപോലെ തന്നെ ഒറിജിനൽ പ്രസിഡന്റും. എന്താണ് ഈ ഡിക്ലറേറ്ററി പ്രസിഡന്റ്, എന്താണ് ഒറിജിനൽ പ്രസിഡന്റ്? അപ്പോൾ ഡിക്ലറേറ്ററി പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ സർ ജോൺ വില്യം സാൽമണ്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്, ഡിക്ലറേറ്ററി പ്രസിഡന്റ് എന്ന് പറയുന്നത് is one where there is only application of a already existing legal rule in a legal matter. എന്താ പറയുക, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു റൂളാണ്, ആ റൂൾ ഒരു ലീഗൽ മാറ്ററിലേക്ക് അപ്ലൈ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. അതായത് പെർട്ടിക്കുലർ സിറ്റുവേഷൻ വന്നപ്പോൾ ആ ലീഗൽ റൂൾ ഇവിടെ അപ്ലൈ ചെയ്തു, അത്ര മാത്രമേ ഉള്ളൂ. അതായത് പുതിയതൊരെണ്ണം ക്രിയേറ്റ് ചെയ്തില്ല. അതായത് ഡിക്ലറേറ്ററി പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ഒരു ജുഡീഷ്യൽ ഡിസിഷൻ, അതിനെയാണ് നമ്മൾ അവിടെ റെഫർ ചെയ്യുന്നത്. ആ ജുഡീഷ്യൽ ഡിസിഷൻ എന്ന് പറയുന്നത് ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റൂൾ, ആ ജുഡീഷ്യൽ ഡിസിഷനിലേക്ക് എന്ത് ചെയ്യുന്നു, ദാറ്റ് റെഫേഴ്സ് ടു എ ജുഡീഷ്യൽ ഡിസിഷൻ ദാറ്റ് അപ്ലൈസ് ആൻ എക്സിസ്റ്റിംഗ് റൂൾ ഓർ പ്രിൻസിപ്പിൾ ഓഫ് ലോ ടു എ സ്പെസിഫിക് കേസ്. അതായത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കേസ് കോടതിയുടെ മുമ്പിൽ വന്നപ്പോൾ ആ സ്പെസിഫിക് കേസിലേക്ക് ഒരു പ്രിൻസിപ്പിൾ ഓഫ് ലോ അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റൂൾ അവിടെ പോയി അപ്ലൈ ചെയ്തു. അതല്ലാതെ റദർ ദാൻ ക്രിയേറ്റിംഗ് എന്ത്, ഒരു പുതിയൊരു ലോ ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു റൂള് അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ ഓഫ് ലോ നിലവിലുള്ള ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള, അതായത് നിലവിലുള്ള ഒരു റൂള് അല്ലെങ്കിൽ നിലവിലുള്ള ഒരു പ്രിൻസിപ്പിൾ ഓഫ് ലോ അതെന്ത് ചെയ്തു, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കേസ് വന്നപ്പോൾ ആ കേസിലേക്ക് അപ്ലൈ ചെയ്യുക മാത്രമേ ചെയ്തോളൂ. അപ്പോൾ അത് ഡിക്ലെയർ ചെയ്യുകയാണ് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുകയാണ് ചെയ്ത ഒരു റൂള് ദാറ്റ് ഓൾറെഡി എക്സിസ്റ്റഡ് വിത്തിൻ ദ ലീഗൽ ഫ്രെയിംവർക്ക്. ലീഗൽ ഫ്രെയിംവർക്കിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു റൂള്, അത് ഓൾറെഡി അത് ഉണ്ടായിരുന്ന ഒരു റൂളിനെ ഡിക്ലെയർ ചെയ്യുക അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുകയാണ് ചെയ്തത്. എക്സിസ്റ്റിംഗ് ലീഗൽ ഫ്രെയിംവർക്കിൽ ഉണ്ടായിരുന്നതാണ്, അതിന് ജസ്റ്റ് അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യുകയാണ് ചെയ്തോളൂ. അപ്പോൾ ഇവിടെ എന്താ ചെയ്തത്, ആപ്ലിക്കേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ലോ ആണ്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലോയുടെ ആപ്ലിക്കേഷനാണ് സംഭവിച്ചത്. അതല്ലാതെ ഇറ്റ് ഡസ് നോട്ട് ഇൻട്രൊഡ്യൂസ് എ ന്യൂ ലീഗൽ പ്രിൻസിപ്പിൾ ഓർ ക്രിയേറ്റ് ന്യൂ റൂൾസ്. അപ്പോൾ പുതിയ റൂൾസ് ക്രിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ലീഗൽ പ്രിൻസിപ്പിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയോ അല്ല ചെയ്ത്, അത് ജസ്റ്റ് എക്സിസ്റ്റിംഗ് ലോ അപ്ലൈ ചെയ്യുകയാണ് ചെയ്തത്. നോ ലോ മേക്കിംഗ്. അതായത് ഡിക്ലറേറ്ററി പ്രസിഡന്റ് വരുമ്പോഴേക്കും ഓർക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ, ആപ്ലിക്കേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ലോയുടെ ആപ്ലിക്കേഷനും അതോടൊപ്പം തന്നെ നോ ലോ മേക്കിംഗ്, പുതിയതായിട്ടുള്ള ഒരു ലോ മേക്കിംഗ് ഇല്ല. അതെന്താണ്, ഇറ്റ് ഈസ് നോട്ട് കൺസിഡേർഡ് ആസ് എ സോഴ്സ് ഓഫ് ന്യൂ ലോയുടെ ഒരു സോഴ്സ് ആയിട്ടല്ല നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ ഒറിജിനൽ പ്രസിഡന്റിലേക്ക് വരുന്ന സമയത്ത് ഒറിജിനൽ പ്രസിഡന്റിൽ നോക്കുമ്പോൾ പറയും അവിടെ ഒരു പുതിയ ലോ ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ ഒരു ന്യൂ ലോയുടെ മേക്കിംഗ് എന്തില്ല,
ഡിക്ലറേറ്ററി പ്രീസിഡന്റ് ഇല്ല. അത് ജസ്റ്റ് ഫോക്കസ് ഓൺ ഇന്റർപ്രിട്ടേഷനിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ടില്ല. അതായത് അത് ഇന്റർപ്രിറ്റ് ചെയ്യുക അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുകയാണ്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലോസ് ഇന്റർപ്രിറ്റ് ചെയ്ത് അത് ജസ്റ്റ് അപ്ലൈ ചെയ്യുന്നു. എങ്ങനെ? ഈ ഒരു കേസിന്റെ ഫാക്ട്സ് അനുസരിച്ച് ഈ ഒരു സ്പെസിഫിക് കേസിലേക്ക് അപ്ലൈ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് അത് ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ആ ഒരു പ്രിഡിക്റ്റബിലിറ്റിക്ക് ഹെൽപ്പ് ചെയ്യും. എങ്ങനെ? ഇങ്ങനെയുള്ള ലീഗൽ ഡിസിഷൻസിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലീഗൽ റൂൾസ് ഇതുപോലെ ഉണ്ടായിരുന്നത് നിലവിലുള്ളത് അപ്ലൈ ചെയ്യാം. അതല്ലാതെ ഒരു പുതിയ റൂൾ അവിടെ മേക്ക് ചെയ്യുന്നില്ല, പുതിയൊരു ലോ അവിടെ മേക്ക് ചെയ്യുന്നില്ല, ജസ്റ്റ് അത് ഇന്റർപ്രിറ്റ് ചെയ്യുകയാണ്. അതുവഴിയായിട്ട് നമുക്കൊരു കൺസിസ്റ്റൻസി പ്രിഡിക്റ്റബിലിറ്റി കിട്ടുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ലോ മാത്രമേ ഡിക്ലറേറ്ററി പ്രീസിഡന്റിനകത്തുള്ളൂ. അതായത് ഡിക്ലറേറ്ററി പ്രീസിഡന്റ് എന്ന് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കോടതി ഒരു വെൽ എക്സ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കോൺട്രാക്ട് ലോയുടെ പ്രിൻസിപ്പിൾ ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് വാലിഡ് ആയിട്ടുള്ള ഓഫർ വരാനുള്ള റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അക്സെപ്റ്റൻസ് വരാനുള്ള റിക്വയർമെന്റ്സ്. അപ്പോൾ അങ്ങനെ കോൺട്രാക്ട് ലോയുടെ ഒരു പ്രിൻസിപ്പിൾ എക്സ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളതാണ്, വെൽ എക്സ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള, അത് കോടതി അപ്ലൈ ചെയ്യുകയാണ്. ഒരു സ്പെസിഫിക് കോൺട്രാക്ട് ഡിസ്പ്യൂട്ട് വന്ന സമയത്ത് അതിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഇറ്റ് യൂസിങ് എ ഡിക്ലറേറ്ററി പ്രീസിഡന്റ് മാത്രം, അല്ലെങ്കിൽ ഡിക്ലറേറ്ററി പ്രീസിഡന്റ് ആണ് ആ സിറ്റുവേഷനിൽ യൂസ് ചെയ്തത്, അതല്ലാതെ ഒറിജിനൽ പ്രസിഡന്റ് അല്ല. ഇപ്പോൾ ഡിക്ലറേറ്ററി പ്രസിഡന്റ് എന്താണെന്ന് കൊടുത്തിട്ടുള്ളത്? എ ഡിക്ലറേറ്ററി പ്രസിഡന്റ് ഈസ് വൺ where there is only application on a existing rule in a legal matter. ഒരു ലീഗൽ മാറ്ററിലേക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റൂൾ ജസ്റ്റ് അപ്ലൈ ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് ഇന്റർപ്രറ്റ് ചെയ്ത് അപ്ലൈ ചെയ്തു, അത്രേ ഉള്ളൂ. പുതിയത് ക്രിയേറ്റ് ചെയ്യുകയല്ല ചെയ്ത്. വെറാസ് ഇനി ഒറിജിനൽ പ്രസിഡന്റിലേക്ക് വരുമ്പോഴോ ഈസ് വൺ വെർ എ ന്യൂ ലോ ഈസ് ക്രിയേറ്റഡ് ആൻഡ് അപ്ലൈഡ് ഇൻ എ ലീഗൽ മാറ്റർ. ഒരു ലീഗൽ മാറ്ററിലേക്ക് ഒരു പുതിയ ലോ ക്രിയേറ്റ് ചെയ്തിട്ട് ആ സ്പെസിഫിക് സിറ്റുവേഷനിലേക്ക് അപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ ഒറിജിനൽ പ്രസിഡൻസ് റെസ്പോൺസിബിൾ ഫോർ ദ ക്രിയേഷൻ ഓഫ് ന്യൂ ലോസ്. പുതിയ ലോസ് ക്രിയേറ്റ് ചെയ്യാണ് എന്ത് ചെയ്തത്? ഒറിജിനൽ ലോസിൽ ചെയ്ത്. അങ്ങനെ ഒരു പുതിയ ലോയുടെ ക്രിയേഷൻ ഡിക്ലറേറ്ററി പ്രസിഡന്റിലില്ല. അപ്പോൾ ഡിക്ലറേറ്ററി പ്രസിഡന്റ് ഫീച്ചേഴ്സ് ഓർത്താൽ മതി. ആപ്ലിക്കേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ലോസ് ആണ്, അവിടെ നോ ലോ മേക്കിംഗ് ആണ്, ഫോക്കസ് ഓൺ ഇന്റർപ്രിട്ടേഷൻ ആണ്, ജസ്റ്റ് ഇന്റർപ്രിറ്റ് ചെയ്യാണ് എക്സിസ്റ്റിംഗ് ലോസ്, ഇന്റർപ്രിറ്റ് ചെയ്ത് ഈ ഒരു പുതിയ സ്പെസിഫിക് കേസിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ അതുവഴിയായിട്ടൊരു കൺസിസ്റ്റൻസി പ്രിഡിക്റ്റബിലിറ്റി നമുക്ക് കിട്ടും. എങ്ങനെ? എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റൂൾസുകൾ ഇങ്ങനെയുള്ള ലീഗൽ ഡിസിഷൻസിൽ അപ്ലൈ ചെയ്യുന്ന വഴിയായിട്ട് ഇതുപോലെ സമാനതകളുള്ള ലീഗൽ ഡിസിഷൻസ് ലീഗൽ കേസസ് വരുമ്പോഴും എന്ത് ചെയ്യാം? അതിലും നമുക്ക് അപ്ലൈ ചെയ്യാം, ഡിസ്പ്യൂട്ട് വരുമ്പോൾ അപ്ലൈ ചെയ്യാന്നുള്ള ഒരു കൺസിസ്റ്റൻസി പ്രിഡിക്റ്റബിലിറ്റി ആണ് അവിടെ കിട്ടുന്നത്. ഒറിജിനൽ പ്രസിഡന്റിൽ വരുമ്പോൾ ക്രിയേറ്റ് എ ന്യൂ ലോ ആണ്, ഒരു പുതിയ ലോ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ഒറിജിനൽ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് റിഫേഴ്സ് ടു എ ലീഗൽ ഡിസിഷൻ. അതുവഴിയായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പുതിയ ലോയിനെയാണ്, അല്ലെങ്കിൽ ഒരു പുതിയ റൂൾ അല്ലെങ്കിൽ ഒരു പുതിയൊരു പ്രിൻസിപ്പിൾ ഓഫ് ലോ ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ദാറ്റ് എക്സ്റ്റാബ്ലിഷ് സംതിങ് അവിടെ എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് ദാറ്റ് ഹാസ് നോട്ട് ബീൻ ഡെഫിനിറ്റ്ലി ഡിസൈഡഡ് ബിഫോർ. ഇതിന് മുമ്പ് ഡിസൈഡ് ചെയ്യാത്ത ഒരു പുതിയൊരു റൂളോ പുതിയൊരു പ്രിൻസിപ്പിളോ അവിടെ പ്രിൻസിപ്പിൾ ഓഫ് ലോ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഒറിജിനൽ പ്രസിഡന്റിൻ്റെ അകത്ത്. സോ ആ ഒരു പ്രസിഡന്റ് അവിടെ ഈ ഒറിജിനൽ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അവിടെ മേക്ക് ചെയ്യണം പുതിയൊരു റൂൾ അല്ലെങ്കിൽ പുതിയൊരു പ്രിൻസിപ്പിൾ അവിടെ മേക്ക് ചെയ്യാണ്. എന്തിനു വേണ്ടി? ബൈ റിസോൾവിങ് ആൻ ഇഷ്യൂ വെർ നോ പ്രയർ അതോറിറ്റി എക്സിസ്റ്റ്. അവിടെ നേരത്തെ ഒരു പ്രയർ അതോറിറ്റി, ഇതിനൊരു ലോ ഇല്ലാത്തതുകൊണ്ട് തന്നെ പുതിയൊരു റൂൾ അവിടെ മേക്ക് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മുടെ സുപ്രീം കോർട്ടൊക്കെ പറയുന്ന ഒരു പുതിയ ലീഗൽ റൂൾ അല്ലെങ്കിൽ ലീഗൽ പ്രിൻസിപ്പിൾ എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഈ ഒറിജിനൽ പ്രസിഡന്റിലേക്ക് വരുമ്പോൾ എന്താ? അവിടെ ക്രിയേറ്റ് ചെയ്യുവാണ് ന്യൂ ലോ, അപ്ലൈ ചെയ്യുകയല്ല ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യാണ് ന്യൂ ലോ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഒറിജിനൽ പ്രസിഡന്റ് എക്സ്റ്റാബ്ലിഷ് എ ന്യൂ ലീഗൽ റൂൾ ഓർ ലീഗൽ പ്രിൻസിപ്പിൾ ദാറ്റ് ഡിഡ് നോട്ട് എക്സിസ്റ്റ് ബിഫോർ. ഇതിനു മുമ്പ് എക്സിസ്റ്റ് ചെയ്യാത്ത ഒരെണ്ണം പുതിയ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതെന്തിനു വേണ്ടിയിട്ട്? ഇങ്ങനെയുള്ള ഒരു പെർട്ടിക്കുലർ മാറ്റേഴ്സിനെ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു പ്രസിഡന്റ് വരുന്നത് വഴിയായിട്ട് നേരത്തെ ഒരു പ്രീവിയസ് ആയിട്ടുള്ള ഒരു കേസ് ലോയോ അല്ലെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ള ഒരു എക്സ്റ്റാബ്ലിഷ്ഡ് ലീഗൽ പ്രിൻസിപ്പിളോ ഒന്നും ഈ ഒരു ഡിസിഷനെ അല്ലെങ്കിൽ വന്ന ഡിസ്പ്യൂട്ടിനെ ഗൈഡ് ചെയ്യാനായിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് പുതിയത് ഡിസൈഡ് ചെയ്തു. അതിനെയാണ് നമ്മൾ ഒറിജിനൽ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് അത് നമുക്കൊരു ഫൗണ്ടേഷൻ ആയിട്ട് പിന്നീട് സെർവ് ചെയ്യും. അതായത് ഫ്യൂച്ചർ സിമിലർ ഇഷ്യൂസ് വരുമ്പോൾ അതിൽ ഈ ഡിസിഷൻസ് ഒരു ബേസിസ് ആയിട്ട് സെർവ് ചെയ്യുന്നതാണ് ഈ ഒരു എക്സ്റ്റാബ്ലിഷ് ചെയ്ത പുതിയ ലോ എന്ന് പറയുന്നത്. അതായത് അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സുപ്രീം കോർട്ട് പറഞ്ഞ ഒരു ഡിസിഷൻ, അതായത് ഇപ്പോൾ ഒരു കേസിൽ സുപ്രീം കോർട്ട് പറഞ്ഞ ഒരു ഡിസിഷൻ എന്താണോ അത് നമുക്കൊരു എന്താ പറയുക ബാക്കിയുള്ള സിമിലർ കേസസിൽ വരുമ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്രൗൺ വേഴ്സസ് ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കേസ്, ബ്രൗൺ വേഴ്സസ് ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ. ഈ ഒരു കേസിൻ്റെ അകത്ത് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൽ പറഞ്ഞിട്ടുള്ള ഡിസിഷൻ എന്ന് പറയുന്ന ഒരു ഒറിജിനൽ പ്രസിഡന്റ് ആയിട്ട് കണക്കാക്കാം. പഴയ കേസാണ് ബ്രൗൺ വേഴ്സസ് ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ. കേസ് മേ ബി കേട്ടിട്ടുണ്ടാവുമായിരിക്കും. ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ലീഗൽ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ റേഷ്യൽ സെഗ്രിഗേഷൻ നടത്തിയതാണ്. പബ്ലിക് സ്കൂളുകളിൽ റേഷ്യൽ ആയിട്ടുള്ള കാസ്റ്റിന്റെ ബേസിലുള്ള ആ ഒരു എന്താ പറയുക സെഗ്രിഗേഷൻ നടത്തുന്നത് പബ്ലിക് സ്കൂളുകളിൽ നടത്തുന്നത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊരു പ്രിൻസിപ്പിൾ ആയിരുന്നു. എന്ത് പുതിയതായിട്ട് അറ്റ് ദാറ്റ് ടൈം പുതിയതായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു പ്രിൻസിപ്പിൾ ആയിരുന്നു. അപ്പോൾ ഈ റൂളിംഗ് വഴിയായിട്ട് ക്രിയേറ്റ് ചെയ്തത് ഒരു പുതിയൊരു റൂൾ ഓഫ് ലോ ആണ്. അതെന്ത് ചെയ്തു? പിന്നീട് വന്നിട്ടുള്ള കൗണ്ട്ലെസ് ആയിട്ടുള്ള കേസുകളിലൊക്കെ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് കേസസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുവഴിയായിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ സിവിൽ റൈറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് കേസ് ലോ ആണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. സോ
ഒറിജിനൽ പ്രീസിഡന്റും ഡിക്ലറേറ്ററി പ്രീസിഡന്റും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. മറ്റേത് ജസ്റ്റ് അപ്ലൈ ചെയ്യാനുള്ള എക്സിസ്റ്റിംഗ് റൂള്. മറ്റോട് ഇവിടെ എന്ത് ചെയ്യാണ്, പുതിയൊരു ലോ ക്രിയേറ്റ് ചെയ്യാണ്, പുതിയൊരു ലീഗൽ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ലീഗൽ റൂൾ അവിടെ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് പെർസ്യൂസീവ് പ്രീസിഡന്റ്. പെർസ്യൂസീവ് പ്രീസിഡന്റ് എന്ന് പറയുമ്പോഴോ, പെർസ്യൂസീവ് പ്രീസിഡന്റ് ഈസ് എ ടൈപ്പ് ഓഫ് പ്രീസിഡന്റ് where the judge is not required to follow the precedent in a legal matter but will take the precedent heavily into consideration. So a precedent, persuasive precedent is not a direct source of law but is considered as a historical source of law. In India, the decision of one high court can act as a persuasive precedent in other high court. നമ്മൾ പറഞ്ഞ പോലെ തന്നെ, അതായത് പെർസ്യൂസീവ് പ്രസിഡന്റ് പ്രത്യേകത എന്താ, പെർസ്യൂസീവ് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ഒരു ടൈപ്പ് ഓഫ് പ്രസിഡന്റ് ആണ്. അതെന്ത് ചെയ്യുന്നു, അവിടെ ജഡ്ജ് എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ടതില്ല. അതായത് ജഡ്ജ് ഈസ് നോട്ട് റിക്വയർഡ് ടു ഫോളോ ദ പ്രസിഡന്റ് ഇൻ എ ലീഗൽ മാറ്റർ. ഒരു ലീഗൽ മാറ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡിസിഷൻ ജഡ്ജ് ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമില്ല എന്നാണ് പറയുന്നത്. അതായത് അതൊരു കൺസിഡറേഷനിൽ എടുക്കണം എന്നില്ല ഇതുപോലത്തെ സിമിലർ മാറ്റർ വരുമ്പോഴേക്കും. അപ്പം അത്രയും അതോറിറ്റി അവിടെ ഇല്ലാത്ത സിറ്റുവേഷൻസ് ആണ് പറയുന്നത്. ഇപ്പോൾ പെർസ്യൂസീവ് പ്രസിഡന്റ് എന്ന് പറയുമ്പോഴേക്കും അതിനൊരു ഡയറക്റ്റ് ആയിട്ടുള്ള സോഴ്സ് ഓഫ് ലോ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. ജസ്റ്റ് ഒരു ഹിസ്റ്റോറിക്കൽ സോഴ്സ് ഓഫ് ലോ എന്ന് കണക്കാക്കാൻ പറ്റും. അതായത് ഒരു ഹൈക്കോടതി പറയുന്ന ഡിസിഷൻസ് മറ്റ് ഹൈക്കോടതികളിൽ നിർബന്ധമായിട്ട് കേൾക്കണം. ഇപ്പോൾ കേരള ഹൈക്കോർട്ട് പറഞ്ഞ് മദ്രാസ് ഹൈക്കോർട്ട് ഫോളോ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല, പക്ഷെ വേണമെങ്കിൽ അത് റിഫർ ചെയ്യാം എന്തിനു വേണ്ടിയിട്ട്, അതുപോലെയുള്ള സിമിലർ സർക്കംസ്റ്റൻസ് വരുമ്പോൾ അത് റിഫർ ചെയ്യാം. പക്ഷെ അത് നമ്മൾ ഇവിടെ അതേപടി തന്നെ അപ്ലൈ ചെയ്യണമെന്ന് നിർബന്ധിതമല്ല. ജസ്റ്റ് റിഫറിങ് പേർപ്പസിന് വേണ്ടി റിഫർ ചെയ്യാനായിട്ട് മാത്രം എടുക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ബൈൻഡിങ് നേച്ചർ അതിൽ വരുന്നില്ല. അതിനാണ് നമ്മൾ പെർസ്യൂസീവ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. സോ അപ്പോൾ എന്താണ് പെർസ്യൂസീവ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ, പെർസ്യൂസീവ് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ഒരു ലീഗൽ ഡിസിഷൻ ആണ്. അത് കോടതി എന്താണ് കോർട്ടിന് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും വെൻ മേക്കിംഗ് എ റൂളിംഗ് മേക്ക് ചെയ്യുന്ന സമയത്ത്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് റിക്വയർഡ് ടു ഫോളോ ചെയ്യാനായിട്ട് റിക്വയർഡ് അല്ല. ജസ്റ്റ് ഒരു സജഷൻ പോലെയോ ലൈക്ക് ആൻ അഡ്വൈസ് പോലെയോ ഫ്രം അനദർ കോർട്ടിൽ നിന്ന് എടുക്കുന്ന ഒരു അഡ്വൈസ് അല്ലെങ്കിൽ സജഷൻ പോലെയായിട്ടാണ് അത് എടുക്കുന്നത്. പെർസ്യൂസീവ് പ്രസിഡന്റ് ഒരു ഗൈഡ് അല്ലെങ്കിൽ ഒരു സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ ആയിട്ട് നമുക്ക് എടുക്കാം എന്നാണ് പറയുന്നത്. ഒരു സപ്പോർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ഒരു കോടതിയുടെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് എടുക്കാനൊക്കെ സാധിക്കുന്നതാണ്. ജസ്റ്റ് ഒരു ഗ്രൗണ്ട് വർക്ക് നമുക്കത് ഫ്രെയിം ചെയ്ത് തരും. അതായത് അതോറിറ്റേറ്റീവ് പ്രസിഡന്റിന് അതോറിറ്റേറ്റീവ് പ്രസിഡന്റ് ആണ് നമ്മൾ കംപ്ലീറ്റ്ലി ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ അതിനുള്ള ഒരു എന്താ പറയുക ഒരു ഫ്രെയിം വർക്ക് തരുന്നത് ഈ ഒരു പെർസ്യൂസീവ് പ്രസിഡന്റ് ആണ്. നമുക്ക് റിഫർ ചെയ്യാനായിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ അതിന് എക്സാമ്പിളാണ് ഈ ഹൈക്കോടതി പറഞ്ഞ ഡിസിഷൻസ് മറ്റു ഹൈക്കോടതി വരുന്നത്. അതല്ലെങ്കിൽ ഒരു നെയ്ബറിംഗ് ആയിട്ടുള്ള ജൂറിസ്ഡിക്ഷനുള്ള കോടതികൾ പറഞ്ഞ ഡിസിഷൻസ്, അല്ലെങ്കിൽ ഹയർ കോടതിയുടെ റൂളിങ്സുകൾ, അതിൻ്റെ ആ ഒരു ഒബിക്റ്റ് ഡിക്റ്റേക്കിൽ ഒബ്സർവേഷൻസ് നടത്തിയത്. ഒബിക്റ്റ് ഡിക്റ്റേ നിർബന്ധമായിട്ട് നമ്മൾ ഫോളോ ചെയ്യണമെന്നില്ല. ബട്ട് ഇറ്റ് ക്യാൻ ബി ഒരു പെർസ്യൂസീവ് പ്രസിഡന്റ് പോലെ വേണമെങ്കിൽ നമുക്കത് കൺസിഡർ ചെയ്യാം എന്നുള്ള രീതിയിൽ ബൈൻഡിങ് നേച്ചർ ഇല്ല. പിന്നെ അതുപോലെ തന്നെ സ്കോട്ട്ലൻഡിലെയും അയർലൻഡിലെയും കോമൺവെൽത്ത് USA കോടതികളുടെ ഡിസിഷൻസ്, പിന്നെ പ്രിവി കൗൺസിൽ ജുഡീഷ്യൽ കമ്മിറ്റിയുടെ ഡിസിഷൻസ്, ഇതൊക്കെ നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് പറയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രസിഡന്റുകൾ ഹെൽപ്പ് ചെയ്യുകയാണ് ജഡ്ജസിനെ ഒരു ഫെയർ ആയിട്ടുള്ള കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഡിസിഷൻസ് കൊണ്ടുവരാൻ സിമിലർ കേസസ് വരുമ്പോൾ. പാസ്റ്റിൽ ഡിസൈഡ് ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിൽ സിമിലർ കേസ് വരുമ്പോൾ അവർക്ക് ഒരു റിഫറിംഗ് പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി അടുത്ത പ്രസിഡന്റ് അബ്സല്യൂട്ട്ലി അതോറിറ്റേറ്റീവ് പ്രസിഡന്റ്. അതോറിറ്റേറ്റീവ് പ്രസിഡന്റ് ആണ് അടുത്തത്. അതോറിറ്റേറ്റീവ് പ്രസിഡന്റിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അബ്സല്യൂട്ട്ലി അതോറിറ്റേറ്റീവ് പ്രസിഡന്റും കണ്ടീഷണലി അതോറിറ്റേറ്റീവ് പ്രസിഡന്റും. നമുക്ക് നോക്കാം എന്താണ് അബ്സല്യൂട്ട്ലി അതോറിറ്റേറ്റീവ് പ്രസിഡന്റ് എന്ന്. എന്താ അബ്സല്യൂട്ട്ലി അതോറിറ്റേറ്റീവ് പ്രസിഡന്റ്? In an absolutely authoritative precedent, the judges have to compulsorily follow the judicial decision of the precedent in a case of the law. അബ്സല്യൂട്ട്ലി അതോറിറ്റേറ്റീവ് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ജഡ്ജസ് നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ആ ജുഡീഷ്യൽ ഡിസിഷൻ, ആ പ്രസിഡന്റ്, ആ ജുഡീഷ്യൽ ഡിസിഷനിൽ വന്ന ലീഗൽ പ്രിൻസിപ്പിൾ, ആ പ്രസിഡന്റ് എന്താണോ അത് എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ജഡ്ജസ് ഫോളോ ചെയ്യേണ്ടതാണ് സിമിലർ കേസസ് വരുമ്പോൾ. മറ്റൊരു രീതി പറയുകയാണെങ്കിൽ, ഈവൻ ഇഫ് ദ ജഡ്ജസ് ഫൈൻഡ് ദ പ്രസിഡന്റ് ടു ബി റോങ്, ഒരു റോങ് ജഡ്ജ്മെന്റിലാണ് എങ്കിൽ പോലും, ടു ബി റോങ് ജഡ്ജ്മെന്റ് ആയിട്ട് തോന്നുന്നത്, അതായത് ആ ഒരു ജഡ്ജ്മെന്റിൽ പറഞ്ഞ പ്രസിഡന്റ് റോങ് ആയിട്ടാണ് തോന്നുന്നെങ്കിൽ പോലും ഹീസ് ലീഗലി ബൗണ്ട് ടു ഗീവ് ദ സെയിം ജുഡീഷ്യൽ ഡിസിഷൻ ഇതേ മാറ്ററിൽ വരുമ്പോൾ കൊടുക്കാനായിട്ട് നിർബന്ധിതരാണ്. അതായത് ഇന്ത്യയിലെ എല്ലാ കോടതികളും അബ്സല്യൂട്ട്ലി ബൈൻഡ് ആണ് നമ്മുടെ സുപ്പീരിയർ ആയിട്ടുള്ള കോടതികൾ പറയുന്ന ഡിസിഷൻസ് ഹയറാർക്കി അനുസരിച്ച് പറയുന്നത്. അതായത് ക്രിമിനൽ കോടതിയിലും സിവിൽ കോടതിയിലും നമ്മുടെ ഹയറാർക്കി ഉണ്ട്. ആ ഹയറാർക്കി അനുസരിച്ച് വരുന്ന ഡിസിഷൻസ് ഫോളോ ചെയ്യാനായിട്ട് ഇന്ത്യയിലെ എല്ലാ കോടതികളും ബൗണ്ടാണ്, നിർബന്ധിതരാണ്. നമ്മുടെ മുകളിലുള്ള കോടതികൾ പറയുന്നത് കേൾക്കാനായിട്ട് ബാക്കി താഴെയുള്ള കോടതികൾ ബൈൻഡിങ് ആണ്. ഇവൻ ഇതിപ്പോൾ അത് എന്താ പറയുക, സിമിലർ കേസ് ഫാക്ട്സ് വരുന്ന കേസിലാണെങ്കിൽ നിർബന്ധമായിട്ട് ഫോളോ ചെയ്യണം. ഇവൻതോ അത് പ്രസിഡന്റ് ഫൈൻഡ് ചെയ്യുന്ന റോങ് ജഡ്ജ്മെന്റ് ആയിട്ടാണ് കണക്കാക്കുന്നതെങ്കിൽ പോലും, റോങ് ജഡ്ജ്മെന്റിൽ പ്രസിഡന്റ് ആണെങ്കിൽ പോലും നമ്മളത് ഫോളോ ചെയ്യേണ്ടതാണ്. അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള നേച്ചറിലുള്ള അബ്സല്യൂട്ട്ലി അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള പ്രസിഡന്റ് ആണെങ്കിൽ പുറത്താൽ മതി. അതായത് ഈവൻ ഇഫ് ദ ജഡ്ജസ് ഡിസഗ്രി ചെയ്യുന്നുണ്ടെങ്കിലും, അതോറിറ്റേറ്റീവ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അതോറിറ്റേറ്റീവ് പ്രസിഡന്റ്, ജസ്റ്റ് അതോറിറ്റേറ്റീവ് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ തന്നെ എന്താ, എ പ്രസിഡന്റ് ദാറ്റ് ദ ജഡ്ജസ് ആർ റിക്വയർഡ് ടു ഫോളോ, ജഡ്ജസ് നിർബന്ധമായിട്ടും ഫോളോ ചെയ്യാൻ റിക്വയർഡ് ആയിട്ടുള്ള പ്രസിഡന്റുകളെയാണ് നമ്മൾ അതോറിറ്റേറ്റീവ് എന്ന് പറയുന്നത്. ഈവൻ ഇഫ് ദേ ഡിസഗ്രി വിത്ത് ഇറ്റ്, അവരിപ്പോൾ അതുമായിട്ട് എഗ്രി ചെയ്യുന്നില്ല, അവർക്ക് അതുമായിട്ടൊരു എന്താ പറയുക
അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ് എങ്കിൽ പോലും എന്ത് ചെയ്യണം, അതോറിറ്റേറ്റീവ് പ്രീസിഡന്റ് എന്ന് പറയുന്നത് ദാറ്റ് ദ ജഡ്ജസ് ആർ റിക്വയർഡ് ടു ഫോളോ ചെയ്യേണ്ടതാണ് ഈവൻ ഇഫ് ദേ ഡിസഗ്രി വിത്ത് ഇറ്റ്, അങ്ങനെയാണെങ്കിൽ പോലും. ഇനി ഇതിനെ രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുന്നതാണ് അബ്സല്യൂട്ട്ലി അതോറിറ്റേറ്റീവും അതുപോലെ തന്നെ കണ്ടീഷണൽ അതോറിറ്റേറ്റീവ് പ്രസിഡന്റ് എന്ന് പറയുന്ന എ പ്രസിഡന്റ് ദാറ്റ് ദ ജഡ്ജസ് ആർ റിക്വയർഡ് ടു ഫോളോ ആണ് ഈവൻ ഇഫ് ദേ ഡിസഗ്രി വിത്ത് ഇറ്റ്, അങ്ങനെയാണെങ്കിൽ പോലും. അപ്പൊ അബ്സല്യൂട്ട്ലി അതോറിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, എ പ്രസിഡന്റ് ദാറ്റ് ദ ജഡ്ജസ് മസ്റ്റ് ഫോളോ വിത്തൗട്ട് ക്വസ്റ്റ്യൻ പോലും ചെയ്യാതെ എന്ത് ചെയ്യണം, ജഡ്ജസ് മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ടതാണ് അബ്സല്യൂട്ട് ആയിട്ടുള്ള അതോറിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ. ഇനി കണ്ടീഷണൽ അതോറിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ക്യാൻ ബി ഡിസ്റിഗാർഡഡ് ഇൻ സർട്ടൻ സർക്കംസ്റ്റൻസസ്, ചില സാഹചര്യങ്ങൾ വേണമെങ്കിൽ ഡിസ്റിഗാർഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനെയാണ് നമ്മൾ കണ്ടീഷണൽ ആയിട്ടുള്ള അതോറിറ്റേറ്റീവ് പ്രസിഡന്റുകൾ എന്ന് പറയുന്നത്. കണ്ടീഷണൽ അതോറിറ്റേറ്റീവ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഈസ് വൺ വേർ ദ ജനറലി ദ പ്രസിഡന്റ് ഈസ് അബ്സല്യൂട്ട്ലി അതോറിറ്റേറ്റീവ്. നോർമലി എന്തായിരിക്കാം, അബ്സല്യൂട്ട്ലി അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള പ്രസിഡന്റ് ആണ്, പക്ഷേ ചില സ്പെഷ്യൽ സർക്കംസ്റ്റൻസസിൽ അത് വേണമെങ്കിൽ ഡിസ്റിഗാർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ലൈക്ക് സുപ്രീം കോടതി ഡിസിഷൻ ഇറ്റ് ക്യാൻ ബി ഡിസ്റിഗാർഡ്. അതായത് സുപ്രീം കോടതി പറഞ്ഞ ഡിസിഷൻ സുപ്രീം കോടതിക്ക് തന്നെ എന്ത് ചെയ്യാം, നിർബന്ധമായിട്ട് ഫോളോ ചെയ്യണമെന്നില്ല, ചില സ്പെസിഫിക് സർക്കംസ്റ്റൻസ് വരുമ്പോൾ വേണമെങ്കിൽ ഡിസ്റിഗാർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ദി കോർട്ട് ക്യാൻ ഡിസ്റിഗാർഡ് ദ ഡിസിഷൻ ഇഫ് ഇറ്റ് ഈസ് എ റോങ് ഡിസിഷൻ ആയിട്ട് തോന്നുകയാണെങ്കിൽ, ഓർ ഗോസ് എഗനിസ്റ്റ് ദ ലോ ആൻഡ് റീസൺ, നിലവിലുള്ള നമ്മുടെ ലോയ്ക്ക് അല്ലെങ്കിൽ പബ്ലിക് പോളിസിക്ക് എഗനിസ്റ്റ് ആയിട്ട് തോന്നുക അല്ലെങ്കിൽ റോങ് ഡിസിഷൻ ഒക്കെ ആയിട്ട് തോന്നുകയാണെങ്കിൽ കോർട്ടിന് എന്ത് ചെയ്യാം, അത് ഡിസ്റിഗാർഡ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ആ ഡിസിഷനെ. സോ ഇതാണ് കണ്ടീഷണലി അതോറിറ്റേറ്റീവ് പ്രസിഡന്റ്. ഇനി പ്രസിഡന്റ് ലോയുടെ ഒരു സോഴ്സ് ആയിട്ട് പറയുമ്പോൾ ഒരു ജുഡീഷ്യൽ പ്രസിഡന്റ് എന്ന് പറയുന്നത് വെൻ സ്പീക്കിംഗ് അതിന്റെ അതോറിറ്റിയെ പറ്റി പറയുന്ന സമയത്ത് ദാറ്റ് അണ്ടർലൈസ് ദി പ്രിൻസിപ്പിൾസ് ബിക്കംസ് ബൈൻഡിങ് ഫോർ ഫ്യൂച്ചർ കേസസിലേക്ക് ബൈൻഡിങ് നേച്ചർ ഉണ്ട്. അതിന് നിർബന്ധമായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു ബൈൻഡിങ് നേച്ചർ അവിടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് അത് എന്ത് ചെയ്യുന്നത്, ഒരു സോഴ്സ് ഓഫ് ലോ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇപ്പൊ ബ്ലാക്ക് സ്റ്റോൺ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഇറ്റ്സ് എ എക്സ്റ്റാബ്ലിഷ്ഡ് റൂൾ ടു അബൈഡ് ബൈ ദ ഫോമർ പ്രസിഡന്റ് വെർ ദ സെയിം പോയിന്റ്സ് കം അഗെയിൻ ഇൻ ദ ലിറ്റിഗേഷൻ. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അതായത് ബ്ലാക്ക് സ്റ്റോണിന്റെ ഡെഫിനിഷൻ എന്താ കൊടുത്തിട്ടുള്ളത്, ഫോർമർ ആയിട്ടുള്ള പ്രസിഡൻസിൽ പറഞ്ഞിട്ടുള്ള റൂളുകൾ എന്താണോ അത് ഫോളോ ചെയ്യാനായിട്ട് സെയിം ലിറ്റിഗേഷനിൽ അല്ലെങ്കിൽ അഗെയിൻ ആ ഒരു ലിറ്റിഗേഷനിലേക്ക് വരികയാണ്, സെയിം പോയിന്റ്സ് മാറ്ററിൽ ചർച്ചയിലേക്ക് വരികയാണെങ്കിൽ അവരത് തന്നെ അപ്ലൈ ചെയ്യണം. അപ്പൊ അതോറിറ്റേറ്റീവ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ലീഗൽ സോഴ്സ് ഓഫ് ലോ ആണ്. ഇൻ സോ ഫാർ ആസ് ദേ ആർ ബൈൻഡിങ് ഓൺ ദ ജഡ്ജസിൽ ബൈൻഡിങ് ആയിരിക്കും. പെർസ്യൂസീവ് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ അതൊരു ഹിസ്റ്റോറിക്കൽ സോഴ്സ് ഓഫ് ലോ ആണ്. ഇൻ സോ ഫാർ ആസ് സോഴ്സ് ഓഫ് OF ഉണ്ട്, സോഴ്സ് ഓഫ് ലോ ആണ്. ഇൻ സോ ഫാർ ആസ് they have only a persuasive nature, അതായത് റിഫറിംഗ് നേച്ചർ അല്ലെങ്കിൽ ഒരു ഗൈഡിംഗ് നേച്ചർ മാത്രമേ ഉള്ളൂ. ബൈൻഡിങ് എഫിക്കസി, ബൈൻഡിങ് എഫക്റ്റീവ്നെസ് അവിടെ വരുന്നില്ല. അതൊരു ഹിസ്റ്റോറിക്കൽ ബേസിസ് മാത്രം, അതായത് ചരിത്രത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന കേസിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ജസ്റ്റ് റെഫർ ചെയ്യാനായിട്ട് പറ്റും. അതുവഴിയായിട്ട് ജസ്റ്റ് ഒരു ജഡ്ജിന് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും, ഒരു ഫേവറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ ജസ്റ്റ് അത് ആളുടെ ഒരു ഒബ്സർവേഷൻസിനെ കണക്കാക്കി എടുക്കാൻ പറ്റുന്നതാണ്. എന്നിട്ടാണ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, നിർബന്ധിതമായിട്ട് ഫോളോ ചെയ്യേണ്ടതല്ല. അപ്പോൾ ഓരോ പ്രസിഡന്റുകളാണെങ്കിലും ഈച്ച് ഒറിജിനൽ പ്രസിഡന്റ് സെറ്റ് എ ന്യൂ പില്ലർ, പുതിയൊരു റൂളാണ് അവിടെ സെറ്റ് ചെയ്യുന്നത് ലോയിൽ, ആൻഡ് ഹെൽപ്പ് ഇൻ ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദി ലോയുടെ ഡെവലപ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ പ്രസിഡന്റ് ആക്ച്വലി ഒരു സോഴ്സ് ഓഫ് ലോ തന്നെയാണ്. ഇപ്പോൾ ഡിക്ലറേറ്റീവ് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ എന്താ, അത് കുറച്ചും കൂടി സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കൺഫേം ചെയ്യാണ് ഒറിജിനലായിട്ട് നിലവിൽ ഉണ്ടായിരുന്ന ഒരു പ്രസിഡന്റിനെ, അതായത് ഓൾറെഡി ഉള്ള ഒരു ലീഗൽ റൂള് വീണ്ടും എന്ത് ചെയ്യുക, അഫേം ചെയ്ത് കൺഫേം ചെയ്ത് അവിടെ പറയുകയാണ് ചെയ്യുന്നത്. സോ ദർബൈ മേക്കിംഗ് ദ ലോ സർട്ടൻ, ഒന്നും കൂടി സ്ഥിരതമാക്കുന്നു അല്ലെങ്കിൽ ഒന്നുകൂടി സേഫ് ആയിട്ട് ഫോളോ ചെയ്യാനായിട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ റോൾ ഓഫ് പ്രസിഡന്റ് ഇൻ ദ ലോ മേക്കിംഗ് എപ്പോഴും ലോഡബിൾ ആണ്. അല്ലെങ്കിൽ ഇന്ത്യയിൽ നമ്മൾ ആർട്ടിക്കിൾ 141 പറയുന്നുണ്ട്, യെസ് ദ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 141 പറയുന്നു, ലോ ഡിക്ലെയർഡ് ബൈ ദ സുപ്രീം കോടതി പറയുന്ന ലോസ് എന്താണ്, ഇസ് ബൈൻഡിങ് അപ്പോൺ ഓൾ ദി കോർട്സ് വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ടെറിട്ടറി ഓഫ് ഇന്ത്യയിൽ വരുന്ന എല്ലാ കോടതികളും ബൈൻഡിങ് ആണ്, നിർബന്ധമായിട്ട് ഫോളോ ചെയ്യേണ്ടതാണ് സുപ്രീം കോടതി ഡിക്ലെയർ ചെയ്യുന്ന ലോസ് എല്ലാം. The law declared has to be construed as a principle of law that emanates from a judgment or an interpretation of a law or judgment by the Supreme Court upon which the case is decided. അതായത് സുപ്രീം കോടതി എന്ത് ജഡ്ജ്മെന്റ് ആണോ പറയുന്നത്, ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോ ഇന്റർപ്രറ്റ് ചെയ്ത് പറയുന്ന ഡിസിഷൻ ഒക്കെ ആണെങ്കിലും അത് എന്ത് ചെയ്യണം, മറ്റ് കേസസിലേക്ക് വരുമ്പോൾ അത് ഇന്റർപ്രറ്റ് ചെയ്ത് വരുന്ന ഒരു ലീഗൽ പ്രിൻസിപ്പിളോ റൂളോ ഒക്കെ ആണെങ്കിൽ മറ്റ് കേസസിലും അപ്ലൈ ചെയ്യേണ്ടതാണ്. ഹെൻസ് ഇറ്റ് ഫ്ലോസ് ഫ്രം ദ എബോവ് that the law declared is a principle is called out on the regarding of the judgments as a whole in the light of the question raised in the upon the case is decided. So the Supreme Court has consistently held that a decision is not found on reasons or procedure. പക്ഷേ സുപ്രീം കോടതി എന്ത് ചെയ്യണ്ട, സുപ്രീം കോടതി പറഞ്ഞ ഡിസിഷൻസിൽ തന്നെ നിലനിൽക്കണം എന്നില്ല, അത് നിർബന്ധമായിട്ട് ഫോളോ ചെയ്യണമെന്നില്ല. ഇപ്പൊ സുപ്രീം കോടതി തോന്നുകയാണ് ആ പറയുന്ന ഡിസിഷൻ, മുമ്പ് ഇതുപോലെ ഒരു കേസിൽ ഈ ഡിസിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഈ ഒരു ഡിസിഷനിൽ അതായത് അത് പബ്ലിക് പോളിസിക്ക് എഗനിസ്റ്റ് ആണ് അല്ലെങ്കിൽ മൊറാലിറ്റിക്ക് എഗനിസ്റ്റ് ആണ്, അത് എന്താ പറയാ കൺസിഡർ ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആയിട്ട് തോന്നുന്നില്ല റീസൺ അനുസരിച്ച് എങ്കിൽ എന്ത് ചെയ്യാം, അതിന് ബൈൻഡിങ് എഫക്റ്റ് ഇല്ല. അതും ആർട്ടിക്കിൾ 141 പറയുന്നുണ്ട്, സുപ്രീം കോർട്ട് ഈസ് നോട്ട് ബൈൻഡഡ് ബൈ ഇറ്റ്സ് ഓൺ ഡിസിഷൻസ് എന്ന്. അതിൽ സതീഷ് കുമാർ ഗുപ്ത വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാനയുടെ കേസ്,
7 അറിയാതെ വന്നതാണ് ടൈപ്പ് ചെയ്തപ്പോൾ. റെയ്നയുടെ കേസിൽ പറയുന്ന കോടതി എന്താ, കേസ് ഡിസൈഡ് ബൈ എ കോർട്ട് വിതൗട്ട് എനി കൺസിഡറേഷൻ ഓൺ പ്രിൻസിപ്പിൾ ഓഫ് ലോ cannot be treated as a precedent. അതായത് ഏതെങ്കിലും ഒരു കോടതി ഡിസൈഡ് ചെയ്യുന്ന ഒരു കേസിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒരു ലീഗൽ ആയിട്ടുള്ള ഒരു ലീഗൽ പ്രിൻസിപ്പിൾ ഓഫ് ലോ അതിൻ്റെ അകത്ത് പറയുന്നില്ല. അതായത് എന്തെങ്കിലും ഒരു പ്രിൻസിപ്പിൾ ഓഫ് ലോ അല്ലെങ്കിൽ ലീഗൽ ആയിട്ടുള്ള റൂൾ അവിടെ പറയണം. ഇതൊന്നും പറയുന്നില്ലെങ്കിൽ നമുക്കൊരു പ്രീസിഡന്റ് ആയിട്ട് അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പ്രീസിഡന്റ് എന്ന് പറയുമ്പോൾ തന്നെ എന്താ, നമ്മുടെ ജൂറിസ്പ്രുഡൻസിന്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നതാണ്. അതിൻ്റെ ഒരു യൂണിഫോമിറ്റി ഒരുപോലെ, അതായത് ഇക്വിറ്റി പ്രിൻസിപ്പിൾ, ഇക്വാലിറ്റി, ജുഡീഷ്യൽ ഇന്റഗ്രിറ്റി, ഫെയർനെസ്സിലൊക്കെ അതും വരുന്നതാണ്. ഇപ്പോൾ പ്രെഡിക്റ്റബിലിറ്റി എന്ന് പറയുന്നത് പവർഫുൾ ടൂളാണ് നമ്മുടെ മോഡേൺ ലോ ലിറ്ററേച്ചറിലെന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താ, ജുഡീഷ്യൽ പ്രീസിഡന്റ് വഴിയായിട്ട് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഇതുപോലെയുള്ള സിമിലർ കേസസിൽ വരുമ്പോൾ എങ്ങനെയായിരിക്കും അപ്ലൈ ചെയ്യുന്നത് ബാക്കി കോടതികൾ വരുമ്പോൾ എന്ന്. സോ പ്രീസിഡന്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഫ്രം ഫൗണ്ടേഷൻ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. അപ്പോൾ നമ്മുടെ നീതിന്യായം ഒക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത് ഈ ഒരു പ്രീസിഡന്റുകൾ എന്ന് പറയുന്നത്. അത് ജസ്റ്റ് കീപ്സ് ദ ലോ പ്രിഡിക്റ്റബിൾ ആക്കി മാറ്റുന്നു എന്തായിരിക്കും എന്നുള്ളത്. ഫോളോ ഇറ്റ് ടു മാർക്ക് ദ പാത്ത് ഓഫ് ജസ്റ്റിസ്, നീതിയിലേക്കുള്ള വഴിയാണെന്നൊക്കെ, ന്യായത്തിലേക്കുള്ള വഴിയാണെന്നൊക്കെ പറയാം. അപ്പോൾ എ ഡിസിഷൻ മെയ്ഡ് ബൈ ദ ഹയർ കോർട്ട് ഈസ് ബൈൻഡിങ് ആൻഡ് ലോവർ കോർട്ട് കനോട്ട് ഓവർടേൺ ഇറ്റ്. ഒരിക്കലും അത് എന്ത് ചെയ്യാൻ പറ്റില്ല, ലോവർ കോർട്ടിന് ഓവർടേൺ ചെയ്യാൻ പറ്റില്ല. ആ ഡിസിഷൻ തന്നെ ഫോളോ ചെയ്യേണ്ടതാണ്. കോർട്ട് നോട്ട് ടു ഓവർടേൺ ഇറ്റ്സ് ഓൺ പ്രീസിഡന്റ് അൺലെസ് ദർ ഇസ് എ സ്ട്രോങ് റീസൺ ടു ഡു സോ. അപ്പോൾ കോടതിക്ക് ആ കോടതി പറഞ്ഞ ഡിസിഷൻസ് മാറ്റാം, തിരുത്തി പറയാം. മറ്റു കേസസ് വരുമ്പോഴേക്കും അത് തന്നെ ഫോളോ ചെയ്യണമെന്നില്ല, വേറെ ഡിസിഷൻ പറയാം അതിന് എഗൻസ്റ്റ് ആയിട്ട്. പക്ഷേ എന്ത് ചെയ്യണം, അതിന് ഫേവറബിൾ ആയിട്ടുള്ള റീസണോ അല്ലെങ്കിൽ അമെൻമെന്റോ കാര്യങ്ങളോ അവിടെ നടന്നിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അതിൽ യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് ഇപ്പൊ നമ്മുടെ മറ്റേ ഈ ഗോലക്നാഥിന്റെ കേസിലൊക്കെ കണ്ടില്ലേ, ഗോലക്നാഥിന്റെ കേസിൽ പറഞ്ഞതിന്റെ ഡിസിഷന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് എന്തിൽ പറഞ്ഞത്, കേശവാനന്ദ ഭാരതിയുടെ കേസിൽ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശങ്കരി പ്രസാദിന്റെ കേസ്, സജ്ജൻ സിംഗിന്റെ കേസ്, ഈ ഒരു പ്രോസ്പെക്റ്റീവ് ഓവർ റൂളിങ്ങിന്റെ കാര്യങ്ങളൊക്കെ പറയും, അത് നമ്മൾ ഡിസ്കസ് ചെയ്യൂനി. അപ്പൊ അതിലൊക്കെ മാറ്റിയാ പറഞ്ഞത്. അപ്പൊ അതെന്തുകൊണ്ട് ആദ്യം പറഞ്ഞു അമെൻഡ് ചെയ്യാൻ പറ്റൂന്ന്, അതായത് ജുഡീഷ്യൽ റിവ്യൂ വഴിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കോൺസ്റ്റിറ്റ്യൂഷണൽ ജുഡീഷ്യൽ റിവ്യൂ വഴിയായിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റും ജുഡീഷ്യൽ റിവ്യൂ ചെയ്യാൻ പറ്റും. യെസ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റുകളും ജുഡീഷ്യൽ റിവ്യൂ ചെയ്യാൻ പറ്റും. ആർട്ടിക്കൽ 13 പ്രകാരം ജുഡീഷ്യൽ റിവ്യൂ ചെയ്യാൻ പറ്റുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റും പറ്റുമെന്നായിരുന്നു ആദ്യം പറഞ്ഞത്. എന്നിട്ട് വേണമെങ്കിൽ സ്ട്രക്ക് ഡൗൺ ചെയ്ത് വോയിഡ് ആക്കാൻ പറ്റും എന്നുള്ളത്. ജുഡീഷ്യൽ അമെൻമെന്റുകൾ ജുഡീഷ്യൽ റിവ്യൂ ചെയ്യുന്ന സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റും പറ്റും എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ പിന്നെ ഇത് ചെയ്തു, ആർട്ടിക്കൽ 13 അണ്ടറിൽ പറ്റും, 13 അണ്ടറിൽ ജുഡീഷ്യൽ റിവ്യൂ പ്രകാരം പറ്റുമെന്ന് പറഞ്ഞു. പിന്നെ അത് എഗെയിൻ മാറ്റി പറഞ്ഞു, പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ മാറ്റി ആദ്യം പറഞ്ഞ സജ്ജൻ സിംഗിന്റെ കേസിൽ പറഞ്ഞല്ല, ശങ്കരി പ്രസാദിന്റെ കേസിൽ ഇങ്ങനെ മാറി മാറി വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഒരു സ്ട്രോങ് റീസൺ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഈ ഒരു പ്രീസിഡന്റ് വഴിയായിട്ട് ഒരു അഷുറൻസ് ആണ് ഇൻഡിവിജ്വൽസിന് കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്, എന്തൊക്കെയായിരിക്കും അവരുടെ ഡേ ടു ഡേ ലൈഫിൽ, ഡെയിലി അഫേഴ്സിൽ വരുന്ന ട്രാൻസാക്ഷൻസിൽ വരാൻ പോകുന്ന കോൺസിക്വൻസസ്. അതായത് മുമ്പ് ഇതുപോലത്തെയുള്ള സമാനതയുള്ള കേസിൽ കോടതി എന്ത് പറഞ്ഞു എന്നനുസരിച്ച് അവർക്കൊരു ഐഡിയ കിട്ടുന്നതാണ്. സോ അപ്പോൾ ഈ ഡോക്ടറിന് മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് സെർട്ടനിറ്റി പ്രൊവൈഡ് ചെയ്യുക, സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുക, ഒരു പ്രിഡിക്റ്റബിലിറ്റി കൊണ്ടുവരിക, യൂണിഫോമിറ്റി കൊണ്ടുവരിക എന്നൊക്കെ ഉള്ളതാണ്. അതുപോലെ ഇപ്പം തന്നെ ജഡ്ജസിന്റെ പ്രോബബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ജഡ്ജസിന് എന്ത് ചെയ്യാൻ പറ്റും, പ്രോബബിൾ ചെയ്യാൻ പറ്റുന്നതാണ് ഇതുപോലെയുള്ള കേസസിൽ എങ്ങനെയായിരിക്കും ഒരു കറക്റ്റ് ഡിസിഷനിലേക്ക് എത്താൻ പറ്റുന്നത് എന്നുള്ള ഒരു കളക്റ്റീവ് വിസ്റ്റം, ആ ഒരു അസംഷനൊക്കെ അവർക്ക് കിട്ടുന്നതാണ്. ദെൻ ഇറ്റ് ഓൾസോ പ്രിസർവ് ദ institutional legitimacy and adjudicative integrity, and it's flexible in nature, and there are ways to avoid the precedent. And it provides the equality in treatment and thus prevents bias, prejudice. അതായത് ഒരു ഇക്വാലിറ്റി, പാർഷ്യാലിറ്റി ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഒക്കെ വരുന്നു, ബയസ് ഒന്നും ഇല്ലാതെ പ്രോപ്പറായിട്ട് ജസ്റ്റിസ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് പ്രീസിഡൻസ് വഴിയായിട്ട്. നമുക്ക് മനസ്സിലാവും ഇതുപോലെയുള്ള സിമിലർ കേസിലും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. സോ അൺസർട്ടനിറ്റി പ്രിവെന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ലോയിലുള്ള ഒരു ആംബിക്വിറ്റി, അത് ആ ലൂപ്പ് ഹോൾ ഉള്ളത് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ശ്രീ ഗോപബന്ധു ബിസ്വാൽ വേഴ്സസ് കൃഷ്ണ ചന്ദ്ര മൊഹന്തി ആൻഡ് അതേഴ്സിന്റെ കേസിലും കോടതി പറഞ്ഞ എന്താണ്, പ്രീസിഡന്റുകൾ എന്ന് പറയുന്ന ഒരു ഇൻഡിസ്പെൻസിബിൾ ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആണ് ഡിസൈഡ് ചെയ്യാനായിട്ട്. അതായത് ലോ, വാട്ട് ഈസ് ലോ, എന്താണ് ലോ, അതിന്റെ ലോയുടെ ആപ്ലിക്കേഷൻ ഓരോ കേസസിലും എങ്ങനെയാണെന്നുള്ളത് കണ്ടെത്താനായിട്ട് പ്രീസിഡന്റുകൾ അനിവാര്യമാണെന്നാണ് പറഞ്ഞത്. സോ ഇറ്റ്സ് എ ബേസിസ് ഫോർ ദ ഓർഡർലി ഡെവലപ്മെന്റ് ഓഫ് ദി ലീഗൽ റൂൾസ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ബേസ് ആയിട്ട് തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത്, പുതിയ പുതിയ ലീഗൽ റൂൾസ് ഡെവലപ്പ് ചെയ്യാൻ. സോ പ്രീസിഡന്റിനെ പറ്റിയുള്ള തിയറിയെ നമുക്ക് രണ്ട് രീതിയിൽ പറയാൻ പറ്റും. ഇതിലൊന്നാണ് പ്രീസിഡൻസ് എന്ന് പറയുന്നത് ആ റിപ്പോർട്ടഡ് മേ ബി സൈറ്റ് ചെയ്തിട്ടായിരിക്കും ആൻഡ് വിൽ പ്രോബബ്ലി ബി ഫോളോഡ് ബൈ മറ്റു കോടതികൾ ഫോളോ ചെയ്യുകയും ചെയ്യും. This is the loose meaning of the doctrine which are prevailing in England up to the end of the 19th century വരെയും പ്രൊവൈൽ ചെയ്താണ്, ആൻഡ് സ്റ്റിൽ പ്രൊവൈൽ ഇൻ കോണ്ടിനെന്റൽ ലീഗൽ സിസ്റ്റത്തിന് അണ്ടറിൽ ഇപ്പോഴും അത് പ്രൊവൈൽ ചെയ്യുന്നത് തന്നെയാണ്. റിപ്പോർട്ട് ചെയ്യുന്നതാണ് എങ്കിൽ മറ്റു കോടതികളും അത് ഫോളോ ചെയ്യണം എന്നുള്ളത്. ദെൻ പ്രീസിഡന്റ് ഹാസ്, അടുത്ത റൂൾ തിയറി വരുമ്പോഴേക്കും ദ പ്രീസിഡന്റ് ഹാസ് എ ഗ്രേറ്റ് അതോറിറ്റി ആൻഡ് ഇറ്റ് മസ്റ്റ് ബി ഫോളോഡ്. അതിനൊരു ഗ്രേറ്റ് അതോറിറ്റി ഉള്ള കോടതി പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. അല്ലാണ്ട് റിപ്പോർട്ട് ചെയ്തെല്ലാം നമ്മൾ ബാക്കിയുള്ള എല്ലാ കോടതികളും ഫോളോ ചെയ്യണം എന്നല്ല പറയുന്നത്. ഇതൊരു സ്ട്രിക്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് ദി ഡോക്ട്രിൻ. ഇതിന് അണ്ടറിൽ പറയുന്നത് 19th സെഞ്ചുറിയിൽ ഡെവലപ്പ് ചെയ്താണ്. അത് ഫുള്ളി ഇവോൾവ് ചെയ്ത് വന്നത് 20th സെഞ്ചുറിയിലേക്കാണ്. അതായത് ഇതിൻ്റെ ഹൈറാർക്കി അനുസരിച്ചിട്ടാണ്
അതിൻ്റെ ആപ്ലിക്കേഷൻ തിയറി വരുന്നതെന്നുള്ളത്, അതായത് ഫോളോ ചെയ്യേണ്ടത് വരുന്നതെന്ന്. അപ്പോൾ ശരിക്കും പ്രീസെൻറ്റുകൾ എന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ ഒരു ഓപ്പറേഷൻ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ദ ലീഗൽ പ്രിസംപ്ഷൻ ഓഫ് ദ കറക്റ്റ്നെസ് ഓഫ് ദി ജുഡീഷ്യൽ ഡിസിഷൻ ആണ്. അപ്പോൾ എ മാറ്റർ വൺസ് ഡിസൈഡ് ഈസ് ഫൈനൽ ഫോർ ഓൾ, എല്ലാവർക്കും അത് ബാധകമായിരിക്കും. അതിൻ്റെ അകത്ത് ഡെലിവറി ചെയ്യുന്ന ആ ഒരു ജഡ്ജ്മെന്റ് എന്ന് പറയുന്ന ഒരു എസ്റ്റാബ്ലിഷ് ട്രൂത്ത് ശരിയായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. സോ അതിലെ ആ ഒരു പ്രോബബിലിറ്റി, ഇതുപോലെയുള്ള ആ ഒരു ഫാക്ട് പ്രോബബിളി വരാനുള്ള കാര്യങ്ങൾ നമ്മളത് അപ്ലൈ ചെയ്യുന്നതായിരിക്കും. അണ്ടിൽ ആൻഡ് അൺലെസ് റിവേഴ്സ്ഡ് ബൈ എ മറ്റൊരു ഹയർ കോർട്ടോ സുപ്പീരിയർ കോർട്ടോ അത് റിവേഴ്സ് ചെയ്ത് പറയാത്ത പക്ഷം ആ പ്രസിഡന്റ് എന്ത് ചെയ്യും? അൺചലഞ്ച്ഡ്, ചലഞ്ച് ചെയ്യാത്ത പക്ഷം അതുപോലെ തന്നെ നിൽക്കുന്നതായിരിക്കും. അത് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. അത് അപ്പീൽ പോയി ഹയർ കോടതിയിലേക്ക് അപ്പീൽ പോകാൻ പറ്റും, പക്ഷെ അത് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പറ്റുന്നല്ല. അപ്പോൾ ഏതൊക്കെ സർക്കംസ്റ്റൻസസിലാണ് ഇനി നമ്മൾ നോക്കുന്നത്, ഏതൊക്കെ സർക്കംസ്റ്റൻസസിലാണ് ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വീക്കൻ ചെയ്യാൻ പറ്റുന്ന ഈ ബൈൻഡിങ് ഫോഴ്സ് ഓഫ് ദി പ്രസിഡന്റ്? എപ്പോഴും ബൈൻഡിങ് നേച്ചർ വരുന്നില്ലല്ലോ. ആ സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് എക്സെപ്ഷൻസ് പറയുന്നുണ്ട്. എപ്പോഴും അതിൻ്റെ ബൈൻഡിങ് നേച്ചർ ഇല്ല. ഒന്ന്, എന്തെങ്കിലും അബ്രോഗേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസ് ആണെങ്കിൽ, അതല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടിനെ ഇഗ്നോർ ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ള പ്രസിഡന്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രൗണ്ടിൽ റിവേഴ്സ് ചെയ്ത് അല്ലെങ്കിൽ അഫേം ചെയ്ത് പറഞ്ഞിട്ടുള്ള ഡിസിഷൻ ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇറോണിയസ് ആയിട്ടുള്ള ഡിസിഷൻ തെറ്റായതാണ്, അല്ലെങ്കിൽ ഈക്വലി ഡിവൈഡഡ് ആയിട്ടുള്ള കോർട്സിൻ്റെ ഡിസിഷൻസ് ആണ്, അല്ലെങ്കിൽ സബ് സൈലൻറ്റോ പ്രോപ്പറായിട്ട് വേണ്ട ലീഗൽ മാറ്റർ അവിടെ പറയാതെ സൈലന്റ് ആയിട്ടുള്ള പ്രസിഡന്റുകളായിരുന്നു, സബ് സൈലന്റോ ആയിരുന്നു, അല്ലെങ്കിൽ നോട്ട് ഫുള്ളി ആർഗ്യൂ ചെയ്യാതെയാണ് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അതിനൊരു ഇൻകൺസിസ്റ്റൻസി, നേരത്തെ ഹയർ കോടതി പറഞ്ഞ ഡിസിഷനുമായിട്ട് ഇതിനൊരു ഇൻകൺസിസ്റ്റൻസി ഉണ്ട്, പൊരുത്തക്കേട് ഉണ്ട്, ദെൻ അതിന് വിരുദ്ധമായിട്ടാണ്, അതല്ലെങ്കിൽ സെയിം റാങ്കിലുള്ള ഏർലിയർ ഡിസിഷനുമായിട്ട് ഇൻകൺസിസ്റ്റൻസി, പൊരുത്തക്കേട് ഉണ്ട്, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അതിന് ബൈൻഡിങ് നേച്ചർ വരുന്നില്ല പ്രസിഡന്റുകൾക്ക്. അതിൻ്റെ ബൈൻഡിങ് നേച്ചർ വീക്കൻ ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ്. ഇനി നമ്മൾ നോക്കുന്ന പ്രസിഡന്റിന്റെ മെറിറ്റ്സുകൾ ഡിമെറിറ്റ്സുകൾ എന്തൊക്കെയാണ്. അപ്പോൾ അഡ്വാൻറ്റേജസിലേക്ക് വരുമ്പോൾ ജസ്റ്റിസ്, സെർട്ടനിറ്റി, എഫിഷ്യൻസി ആൻഡ് പ്രിഡിക്റ്റബിലിറ്റി, അതെന്ന് പറയുന്നത് ഒരു അഡ്വാൻറ്റേജ് ആണ്. അത് ആംബിക്വിറ്റി എലിമിനേറ്റ് ചെയ്യുന്നു. എങ്ങനെ? അതായത് പോസിബിൾ ആയിട്ട് വരാവുന്ന കോൺഫ്ലിക്റ്റിംഗ് ചോയ്സ് വരുമ്പോൾ ഇതിൽ എന്തെടുക്കാം എന്നുള്ള ആ ഒരു ആ ഒരു ആംബിക്വിറ്റി ഉണ്ടല്ലോ, അത് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അതായത് അവിടെ ഒരു ജസ്റ്റിസ് കൊണ്ടുവരുന്നു, ഇംപാർഷ്യലിറ്റി, പ്രിഡിക്റ്റബിലിറ്റി ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. സിമിലർ സർക്കംസ്റ്റൻസിൽ ഒരുപോലെ സിമിലർലി പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് അവരോട് ഹെൽപ്പ് ചെയ്യുന്നു. സോ ലോയേഴ്സിന് ഒരു സൗണ്ട് അഡ്വൈസ് ആണ് കൊടുക്കാനായിട്ട് സാധിക്കുന്നത് ക്ലയൻസിന്. ഇതിനുള്ള മുമ്പിലത്തെ ഡിസിഷൻ കേസിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, അപ്പോൾ അനുസരിച്ച് ഇങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ ഉള്ള അതനുസരിച്ച് അവർക്ക് അത് മൂവ് ചെയ്യാൻ പറ്റും. ദെൻ ഫ്ലെക്സിബിലിറ്റി, അവർ ലീഗൽ സിസ്റ്റം ഷുഡ് റിഫ്ലക്ട് ദ ചേഞ്ചിങ് നേച്ചർ ഓഫ് ദി സൊസൈറ്റി അനുസരിച്ചുകൊണ്ട്. അപ്പോൾ നമ്മുടെ കൺട്രിയിൽ സുപ്രീം കോടതിക്ക് എന്ത് ചെയ്യാം? അതോറിറ്റി ഉണ്ട്, ഡീവേറ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ ജഡ്ജ്മെന്റ്. എനി ടൈം വേണമെങ്കിൽ അത് മാറ്റാനായിട്ട് പറ്റുന്നതാണ്. സിറ്റുവേഷൻ അനുസരിച്ച് ഫ്ലെക്സിബിൾ ആണ്. ദെൻ സേവ് ടൈം, അതായത് ജഡ്ജസിന് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പുതിയൊരു ലീഗൽ കൺസെപ്റ്റ് എഗെയിൻ കൊണ്ടുവന്ന് അത്രയും ടൈം എടുക്കേണ്ട വരില്ല. ആ ഒരു കൺട്രിയുടെ ക്രൈം റേറ്റ് കുറച്ചും കൂടി കുറയ്ക്കാനായിട്ട് അതുവഴിയായിട്ട് പറ്റും. കുറച്ചും കൂടി ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ആളുകളെ അവെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഡിസിഷൻ മറ്റു കേസുകളും അപ്ലൈ ചെയ്യുമല്ലോ എന്നോർത്ത് അതനുസരിച്ച് ചെയ്യാൻ ആളുകളും അതനുസരിച്ച് അവെയർ ആവും. ദെൻ ഫെയർനെസ്, അതായത് സർക്കംസ്റ്റൻസ് ഓഫ് ദി കേസിൽ സിമിലർ ആയിട്ട് വരികയാണെങ്കിൽ നോ പ്രസിഡന്റ് ഈസ് അവിടെ ഫോളോ ചെയ്യുന്നില്ല. ഇപ്പം എന്താ പറയുക, പ്രസിഡന്റ് ഫോളോ ചെയ്യാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ സിമിലർ സർക്കംസ്റ്റൻസ് വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സിമിലർലി ആയിരിക്കില്ലല്ലോ ട്രീറ്റ് ചെയ്യുന്നത്, ആ രീതിയിൽ വരില്ലല്ലോ എന്ന് വിചാരിച്ചായിരിക്കും ആളുകൾ പ്രവർത്തിക്കുന്നത്. സോ അപ്പോൾ ജഡ്ജസ് എന്ന് പറയുന്നത് ഒരു ഫെയർനെസ് എന്ന് പറയുന്നത് ലോയുടെ ആ ഒരു കൺസിസ്റ്റൻസി കൊണ്ട് ഫെയർനെസ് അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ജഡ്ജ്മെന്റിൽ പറ്റുന്നതാണ്. ദെൻ ഡിസഡ്വാൻറ്റേജസ്, ഇതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അതായത് ഇതിൻ്റെ കോംപ്ലക്സിറ്റി, വോളിയം ഒക്കെയാണ്. അതായത് ഒരുപാട് ലീഗൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ഓൾ ടൈം കൂടുതൽ റിപ്പോർട്ടുകൾ വരുന്നു, ഓൺലൈനിൽ വരുന്നു. ഇപ്പോൾ ഇതെല്ലാം നമുക്ക് എല്ലാത്തിലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല, പലതും പല രീതികളിലായിരിക്കും വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളുണ്ട്. ദെൻ റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ്, അതായത് ബാക്കിലേക്ക് പോയിട്ട് ലോ എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അറ്റ് ദ ടൈം ഓഫ് കമ്മീഷൻ ഓഫ് ദി ഒഫൻസ് ഇപ്പോൾ പറയുന്നത് ഏതെങ്കിലും ഡിസിഷൻ പ്രകാരം ഇന്ന കാര്യം ഒഫൻസ് ആണെന്നാണ്, പക്ഷേ അയാളിത് ചെയ്ത സമയത്ത് ഒഫൻസ് അല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ ലോ ഒരിക്കലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മൾ ബാക്കിലേക്ക് പോയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അത് അണേബിൾ ആണ്. സെയിം ഐഡിയാസ് ആണെങ്കിൽ പോലും പണ്ട് പറഞ്ഞ ഡിസിഷൻസ് ആയിരുന്നു അത് എങ്കിൽ, പക്ഷെ ഇപ്പോൾ അതൊരു ലോ ആയിട്ട് കണക്കാക്കുന്നില്ല എങ്കിൽ ആ ഡിസിഷൻസിൻ്റെ ബേസിൽ നമുക്ക് ഇപ്പോൾ അത് അപ്ലൈ ചെയ്യാൻ പറ്റില്ലല്ലോ. ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫോഴ്സ് സിസ്റ്റം ടു ലുക്ക് ബാക്ക്വേർഡ് ഇൻസ്റ്റെഡ് ഓഫ് ലുക്കിംഗ് ഇൻ ഫ്യൂച്ചർ. എന്ത് ചെയ്യണം? ബാക്കിലേക്ക് നമ്മൾ പോകേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു. അതായത് ബാക്കിൽ എന്താ പറഞ്ഞതെന്നുള്ളത് ഫ്യൂച്ചർ പെർസ്പെക്റ്റീവായിട്ട് ചിന്തിക്കുന്നതിന് പകരം ബാക്കിലേക്ക് പോയി നോക്കുന്ന ഒരു സിറ്റുവേഷൻ. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. സോ അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ സോഴ്സ് ഓഫ് ലോ എന്ന് പറയുന്നത് നമ്മുടെ ലോയുടെ ഒറിജിൻസ് ആണ് ആൻഡ് ക്യാൻ മീൻ ദ ഫോഴ്സ് ഓർ വാലിഡിറ്റി ഓഫ് ദ ലോ. ലോയുടെ വാലിഡിറ്റി നിശ്ചയിക്കുന്ന അല്ലെങ്കിൽ ലോയുടെ ആ ഒരു ഫോഴ്സ് പ്രാബല്യം തീരുമാനിക്കുന്ന ഒറിജിൻസ് ആണ് എന്ത് നമ്മൾ ലോയുടെ സോഴ്സ് എന്ന് കണക്കാക്കുന്നത്. അപ്പോൾ സോഴ്സ് ഓഫ് ലോ എന്ന് പറയുന്നത് ഇസ് എ വേ ത്രൂ വിച്ച് ലോസ് എങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് വന്നത് അതിനെയാണ് നമ്മൾ ലോയുടെ സോഴ്സ് എന്ന് പറയുന്നത്. അത് ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള കുറച്ച് റെഗുലേഷൻസ് ആണ്. അത് വഴിയായിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റിൻ്റെ ഫംഗ്ഷനിങ് എല്ലാം നടക്കുന്നത് ഈ ലോയിലൂടെ. അപ്പോൾ ആ ലോയുടെ സോഴ്സസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ. അപ്പോൾ സോഴ്സ് ഓഫ് ലോ എന്ന് പറയുമ്പോൾ ആക്ച്വലി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസെൻഷ്യൽ എലമെൻ്റ് ആണ് എല്ലാവർക്കും. എങ്ങനെയാണ് നമ്മുടെ ഇന്ന് കാണുന്ന റിട്ടേൺ ലോസ് എഴുതപ്പെട്ട് വന്നത്, എങ്ങനെ വന്നു, അതിനൊക്കെയുള്ള ഉറവിടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുന്നതാണ്. സൊസൈറ്റിയിലെ എല്ലാ മെമ്പേഴ്സും നിർബന്ധമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട മെയിൻ ആയിട്ടുള്ള സോഴ്സ് ഓഫ് ലോ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ കസ്റ്റം, ജുഡീഷ്യൽ പ്രീസിഡന്റ്, ലെജിസ്ലേഷൻ ഇങ്ങനെയുള്ളതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള
സോഴ്സ് ഓഫ് ലോ ആയിട്ട് പറയുന്നത്. സോ അപ്പോൾ ഒരു പ്രീസിഡന്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ലോ ആണ്. ഒരു സുപ്പീരിയർ കോടതി പറയുന്ന ഡിസിഷൻസ് അതെന്തായിരിക്കും ഒരു ഗൈഡ് ലൈൻ ആയിട്ട് ബാക്കിയുള്ള ഇൻഫീരിയർ കോടതികൾ ഉപയോഗിക്കുന്നു. അപ്പോൾ മിക്ക കോമൺ ലോ ജൂറിസ്ഡിക്ഷൻസിലും ഈ കോടതികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹൈറാർക്കിക്കൽ ആയിട്ടുള്ള രീതിയിൽ പ്രീസിഡന്റുകൾ ഫോളോ ചെയ്യുന്നുണ്ട്, ഹയർ കോർട്ട് പറഞ്ഞത്. അപ്പോൾ ജുഡീഷ്യൽ പ്രീസിഡന്റ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ജഡ്ജിന്റെ, അതായത് കോർട്ട് ഓഫ് ലോയുടെ ഒരു ജഡ്ജ്മെന്റ് ആണ്. എന്തിനു വേണ്ടിയിട്ട്, ഒരു അതോറിറ്റി ആയിട്ട് കണക്കാക്കുന്ന, അതോറിറ്റി ഉള്ള ഒരു ജഡ്ജി പറഞ്ഞതാണ്, സിമിലർ ഫാക്ട്സ് ഉള്ള ഡിസിഷൻസ് വരുമ്പോൾ അത് വീണ്ടും എഗെയിൻ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ജുഡീഷ്യൽ പ്രസിഡന്റ് ഈസ് സമ്മപ്പ് ചെയ്യുകയാണെങ്കിൽ ഒറ്റ വേർഡിൽ നമുക്ക് എന്ത് പറയാം, ഈസ് എ ഡിസിഷൻ ഓഫ് ദി കോർട്ട്, കോടതിയുടെ ഡിസിഷനാണ്, വിച്ച് ഈസ് യൂസ്ഡ് ആസ് എ സോഴ്സ് ഫോർ ഫ്യൂച്ചർ, ഭാവിയിലേക്ക് വേണ്ടിയിട്ട് ഫ്യൂച്ചർ ഡിസിഷൻ ഇതുപോലെയുള്ള സിമിലർ സെറ്റ് ഓഫ് ഫാക്ട് വരുന്ന കേസസിൽ അത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്താണ് പ്രീസിഡന്റ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. പലതരത്തിലുള്ള പ്രീസിഡന്റുകളും ഒന്ന് നോക്കി വെക്കുക. ഡിക്ലറേറ്ററി, ഒറിജിനൽ പ്രീസിഡന്റ്, ദെൻ അതോടൊപ്പം തന്നെ കണ്ടീഷണൽ പ്രീസിഡന്റ്, അതിൽ തന്നെ രണ്ടെണ്ണം വരുന്നുണ്ട്, അതോറിറ്റേറ്റീവ് കണ്ടീഷണലും അതുപോലെ തന്നെ കണ്ടീഷണൽ അതോറിറ്റേറ്റീവ് പ്രീസിഡന്റും അതുപോലെ തന്നെ അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള പ്രസിഡന്റുകൾ, ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ടായിരുന്നതും കൂടി നോക്കിയിരിക്കുക. കണ്ടീഷണൽ ആയിട്ടുള്ളതും പ്രസിഡന്റുകളൊക്കെ നമ്മൾ ആ ടൈപ്സ് പറഞ്ഞില്ലേ, അത് നോക്കി വെക്കുക കേട്ടോ. മനസ്സിലാക്കിയിരുന്നാൽ മതി. ബാക്കിയൊക്കെ നമ്മളൊരു ഐഡിയ ഉണ്ടാക്കി വെച്ചാൽ മതി എന്താണ് എന്ന് പഠിച്ചതെന്നൊന്ന്. പ്രസിഡന്റിന്റെ ആ നേച്ചർ എങ്ങനെയായിരിക്കണം, അബ്സല്യൂട്ട്ലി അതോറിറ്റേറ്റീവ്, കണ്ടീഷണൽ അതോറിറ്റേറ്റീവ് നേച്ചർ പ്രസിഡന്റുകൾ. ഇതാണ് പ്രസിഡന്റ് ആസ് എ സോഴ്സ് ഓഫ് ലോ പറയുന്നത്. അപ്പോൾ പ്രസിഡന്റ് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട് ഇതിനകത്ത് പഠിക്കേണ്ടത്. സ്റ്റാരേ ഡിസീസ്, അതുപോലെ തന്നെ മറ്റ് ഒബിക്റ്റർ ഡിക്റ്റം, റേഷ്യോ ഡിസിഡന്റി ഒക്കെ, റീസൺ ഫോർ ഡിസിഷൻ ഒക്കെ. സോ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ഇന്റർനാഷണൽ കൺവെൻഷൻസ് ഒരു സോഴ്സ് ഓഫ് ലോ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. സോ അതും അടുത്ത ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക്കുകളാണ്. ഇന്റർനാഷണൽ കൺവെൻഷൻസ് അതൊരു സോഴ്സ് ഓഫ് ലോ ആയിട്ട്, ഏതിൻ്റെ, ഇന്റർനാഷണൽ ലോയുടെ സോഴ്സ് ഓഫ് ലോ ആയിട്ട് ഇന്റർനാഷണൽ കൺവെൻഷൻസും ട്രീറ്റീസും വരുന്നത്, അത് ഡിസ്കസ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു റേഷ്യോ ഡിസിഡന്റി, ഒബിക്റ്റർ ഡിക്റ്റം, സ്റ്റാരേ ഡിസീസ്, ഈ ഒരു കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് നമുക്കിനി ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് ഈ ഒരു പോർഷനിൽ. പിന്നെ അത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മൾ ഒരു ടോപ്പിക് എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, ലോ ആൻഡ് മൊറാലിറ്റി തമ്മിലുള്ള ഡിസ്കഷൻ. ജസ്റ്റ് നമ്മൾ പറഞ്ഞതാണ്, ഹാർട്ടും ഫുള്ളറും നമ്മളൊരു ഡിബേറ്റ് ബേസ് ചെയ്തിട്ടാണ് അത് വരുന്നത്, ലോ ആൻഡ് മൊറാലിറ്റി തമ്മിലുള്ള കോൺസെപ്റ്റ്. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കണം, ലോ ആൻഡ് മൊറാലിറ്റി. പിന്നെ ആ ലീഗൽ റൈറ്റ്, ഡ്യൂട്ടി, അതുപോലെ തന്നെ ബാക്കിയുള്ള ടോപ്പിക്കുകളില്ലേ, റൈറ്റ്, ഡ്യൂട്ടി, അതുപോലെ ഓണർഷിപ്പ്, റൈറ്റ് ആൻഡ് കോറിലേറ്റീവ്, കോഹ്ഫീൽഡിൻ്റെ കോറിലേറ്റീവ് തിയറിയൊക്കെ, റൈറ്റ്, ഡ്യൂട്ടി, ഓണർഷിപ്പ്, പൊസഷൻ, ഇങ്ങനെയുള്ള മാറ്റേഴ്സ് കുറച്ചും കൂടി ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജൂറിസ്പ്രുഡൻസിൻ്റെ ടോപ്പിക്ക് തീരും. പിന്നെ ഈ സെയിം മൊഡ്യൂളിൽ തന്നെ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ടിൻ്റെ ടോപ്പിക്കും കൂടി പഠിക്കാനായിട്ടുണ്ട്. പിന്നെ ജനറൽ ക്ലോസ് ആക്ട്, അധികം വന്ന് കാണാറില്ല ക്വസ്റ്റ്യൻ, പക്ഷേ എന്നാലും അത് നമുക്ക് ജനറലായിട്ട് മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കി പോകേണ്ടതാണ്. സോ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആ ഒരു മറ്റ് സോഴ്സ് ഓഫ് ലോ, ഇന്റർനാഷണൽ ആയിട്ടുള്ള കൺവെൻഷൻ ട്രീറ്റി സോഴ്സ് ഓഫ് ലോ ആയിട്ടുള്ളതും റേഷ്യോ ഡിസിഡന്റിയും ഒബിക്റ്റർ ഡിക്റ്റും ഒക്കെ ഉള്ള ക്ലാസ്സസ് എടുക്കാം. സോ താങ്ക് യു.